കാരുണ്യം കൊണ്ട് ലോകത്തെ സൃഷ്ടിച്ച പിതാവാം ദൈവത്തിൻ്റെയും വിലയേറിയ പീഡാനുഭവങ്ങൾ കൊണ്ട് സകലത്തെയും വീണ്ടെടുത്ത പുത്രൻ തമ്പുരാൻ്റെയും ഉണ്ടായിട്ടുള്ളതും ഉണ്ടാകുവാനിരിക്കുന്നതുമായ സകലത്തെയും പൂർത്തീകരിക്കുന്ന വിശുദ്ധാത്മാവിൻ്റെയും അതിധന്യമായ തിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. അഭിഷിക്തത്താൽ ആദരണീയരായ അഭിവന്ദ്യരായ വൈദികരെ, സ്നേഹ സന്ദേശ ശുശ്രൂഷയിലെ ബ്രദർ ബിജു വർഗീസ്, ബ്രദർ ജോസ് ഇടവട്ടം, എന്നേക്കാളൊക്കെ അറിവിലും അനുഭവത്തിലും ആധ്യാത്മികതയിലും ശ്രേഷ്ഠരായ മാതാപിതാക്കളെ, ഗുരുജനങ്ങളെ, അതിമനോഹരമായ ഒരു പ്രഭാതത്തിൻ്റെ നല്ല നിമിഷങ്ങളിൽ ദൈവവചന വിചിന്തനത്തിനായി നമുക്ക് ആയുസ്സും ആരോഗ്യവും സമയവും സന്ദർഭവും നൽകിയ ദൈവത്തിന് നന്ദി പറയാം. ഒരിക്കൽ ഒരു ശിഷ്യൻ ഗുരുവിനോട് ചോദിച്ചു, ഗുരുവേ, ഒരു ജീവിതത്തിൽ ഒരു മനുഷ്യന് അനുഷ്ഠിക്കാവുന്ന, അനുവർത്തിക്കാവുന്ന ഏറ്റവും മികച്ച കാര്യമെന്താ? ഗുരു സംശയലേശമന്യേ പറഞ്ഞു, മകനെ, ധ്യാനിക്കുക എന്നതാണ് ഏറ്റവും ഉത്കൃഷ്ടമായ കാര്യം എന്ന് ഗുരു പറഞ്ഞു. അന്നു മുതൽ ഈ ശിഷ്യൻ ഗുരുവിനെ സസൂക്ഷ്മം നിരീക്ഷിക്കാൻ തുടങ്ങി. പക്ഷേ ശിഷ്യനെ അതിശയിപ്പിച്ചുകൊണ്ട് ഈ ഗുരു കാര്യമായി ധ്യാനിക്കുന്നതൊന്നും അയാളുടെ ശ്രദ്ധയിൽപ്പെട്ടില്ല. ആ ആശ്രമത്തിൽ സർവ്വ ജോലികളും ചെയ്ത് എല്ലാ കാര്യത്തിലും പങ്കാളിത്തമായി ഗുരു അങ്ങനെ പോവുകയാണ്. ഒരു 10 ദിവസം കഴിഞ്ഞപ്പോൾ ശിഷ്യൻ ക്ഷമ നശിച്ചിട്ട് ചോദിച്ചു, താങ്കളാണല്ലോ പറഞ്ഞത് ധ്യാനിക്കുക എന്നതാണ് പരമമായ മനുഷ്യകർമ്മം, എന്നാൽ താങ്കൾ അങ്ങനെ ധ്യാനിക്കുന്നതായി ഒന്നും എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടില്ലല്ലോ എന്ന് ചോദിച്ചു. അപ്പോൾ ഗുരു പറഞ്ഞു, മകനെ, ജോലി ചെയ്യുമ്പോൾ ധ്യാനം നിർത്തുകയല്ല, അഥവാ അനുഷ്ഠിക്കുന്ന, അനുവർത്തിക്കുന്ന എല്ലാ കർമ്മങ്ങളും ധ്യാനമാണെന്ന് പറഞ്ഞു. ആമുഖമായി ഞാൻ നിങ്ങളെ ഓർപ്പിക്കാൻ ആഗ്രഹിച്ചത്, എന്താണ് ധ്യാനം എന്ന ചോദ്യത്തെ എന്തല്ല ധ്യാനം എന്ന ഒരു മറു ചോദ്യം കൊണ്ടാണ് എതിരിടേണ്ടത്. വർത്തമാനകാല ജീവിതത്തിൽ നമുക്ക് സംഭവിച്ച ഒരു അപചയം എന്താണ്? ക്ലാസ് മുറികളിൽ വിദ്യാർത്ഥികളെ പഠിപ്പിക്കുക എന്ന പരമമായ കർത്തവ്യം അനുഷ്ഠിക്കുമ്പോൾ അധ്യാപകൻ്റെ ചിന്തയും ശ്രദ്ധയും ശമ്പള പരിഷ്കരണത്തിൽ ഒതുങ്ങിപ്പോകുന്നു. നിരാലംബനായ ഒരു രോഗിയുടെ നെഞ്ചിൽ സ്റ്റെതസ്കോപ്പ് വയ്ക്കുമ്പോഴും അയാൾക്ക് മരുന്നിന് കുറിപ്പടി എഴുതുമ്പോഴും വൈദ്യൻ്റെ ചിന്ത മരുന്ന് കമ്പനികൾ നൽകാൻ സാധ്യതയുള്ള വാഗ്ദാനങ്ങളിലേക്ക് ചുരുങ്ങിപ്പോകുന്നു. പഠിക്കുന്ന വിദ്യാർത്ഥി പഠനത്തിനിടയ്ക്ക് അയാൾക്ക് ലഭിച്ചേക്കാവുന്ന പ്ലേസ്മെൻറ്റിലേക്ക് അയാളുടെ ശ്രദ്ധ മാറിപ്പോകുന്നു. ഒരു പക്ഷേ ദേവാലയത്തിലിരിക്കുമ്പോൾ നമുക്കും സംഭവിക്കുന്നത് ദൈവത്തിൽ നിന്ന് ലഭിച്ചേക്കാവുന്ന അനുഗ്രഹങ്ങളിലേക്ക് നമ്മുടെ ചിന്ത ചുരുങ്ങിപ്പോവുകയാണ്. അങ്ങനെയെങ്കിൽ ദൈവം ദാനമായി നൽകിയ അതിമനോഹരവും ഹ്രസ്വവുമായ ഈ കൊച്ചു മനോഹര ജീവിതം എങ്ങനെ മനോഹരമായി ജീവിച്ചു തീർക്കാം, ചെയ്യുന്ന എല്ലാ കർമ്മങ്ങളും എങ്ങനെ ധ്യാനങ്ങളാക്കാം, അനുഭവിക്കുന്ന സർവ്വ അനുഭവങ്ങളെയും ആ അനുഭവങ്ങളിൽ നിന്ന് എങ്ങനെ പാഠങ്ങൾ പഠിക്കാം എന്നൊക്കെയുള്ളൊരു ചെറിയ ചിന്തയെ നിങ്ങൾക്കെല്ലാവർക്കും പരിചിതമായ ഒരു വേദ വായന ഭാഗത്തിലൂടെ ഇന്നിൻ്റെ ഭാഷയിൽ
2012 നമ്മുടെ ജീവിത അനുഭവങ്ങളുടെ ഭാഷയിൽ 2000 വർഷങ്ങൾക്കപ്പുറത്ത് എഴുതപ്പെട്ട വിശുദ്ധ ഗ്രന്ഥത്തെ ഒരു പുനർവായനയ്ക്ക് പ്രേരിപ്പിക്കാനാണ് ദൈവത്തിൽ ശരണപ്പെടുന്നത് എന്നോർപ്പിച്ചുകൊണ്ട് ഇന്നത്തെ ധ്യാന ചിന്തയ്ക്കായി ഞാൻ നിങ്ങളെ ഒരു കായൽ കരയിലേക്ക് ക്ഷണിക്കുകയാണ്. വിശുദ്ധ വേദപുസ്തകത്തിൽ 3 വ്യത്യസ്ത പേരുകളിൽ ഈ കായലിനെ കുറിച്ച് പറയുന്നുണ്ട്. നിങ്ങൾക്കറിയാം, ഗന്നേസരത്ത്, തിബരിയാസ് എന്നൊക്കെ അറിയപ്പെടുന്ന ഒരു കായൽ. കായലിനെ കുറിച്ച് 2-3 വാചകങ്ങൾ. ഈ കായൽ യോർദാൻ നദിയിലൂടെ ഒഴുകുന്ന കായലാണ്. തെക്ക് നിന്നും വടക്കോട്ട് ഒഴുകുന്നു. ഏകദേശം 21 കിലോമീറ്റർ നീളവും 11 കിലോമീറ്റർ വീതിയുമുള്ള ശുദ്ധജല തടാകം. മത്സ്യ സമ്പത്ത് കൊണ്ട് സമ്പന്നമായ ഗന്നേസരത്ത് എന്ന് പേർ വിളിക്കുന്ന ഈ അതിമനോഹരമായ കായലിൽ ഒരു സുന്ദര പ്രഭാതത്തിൽ ക്രിസ്തു വന്നു നിന്നു. കായലിൻ്റെ കരയിൽ ഇങ്ങനെ ക്രിസ്തു നിൽക്കുമ്പോൾ ക്രിസ്തുവിൻ്റെ പുറകിൽ അവൻ്റെ വായിൽ നിന്ന് ഉതിർന്നു വീഴുന്ന ലാവണ്യ വാക്കുകൾ കേൾക്കുവാനുള്ള അദമ്യമായ ആഗ്രഹം കൊണ്ട് ഒരു പുരുഷാരം. സാഗൂതം സസൂക്ഷ്മം ക്രിസ്തു ആ പ്രഭാതത്തിൽ കായലിൽ മത്സ്യബന്ധനത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരുന്ന തൊഴിലാളികളെ നിരീക്ഷിച്ചു. ഒരുപാട് പടകുകളും ഒരുപാട് മുക്കുവന്മാരും ആ കായലിൽ മീൻപിടുത്തം നടത്തിയെങ്കിലും ക്രിസ്തുവേശുവിൻ്റെ കാരുണ്യത്തിൻ്റെ കണ്ണുകൾ സവിശേഷമായി ഒരു പടകിലേക്ക് ചെന്ന് വീണു. നിങ്ങൾക്കറിയാം, ആ പടക് പത്രോസിൻ്റെ പടകായിരുന്നു. അരോഗദൃഢഗാത്രനും വിരിഞ്ഞ ചുമലുകളും ഒരു നേതാവിൻ്റെ മുഖഭാവങ്ങളുമൊക്കെയുള്ള പത്രോസും കൂട്ടുകാരും മീൻ പിടിച്ചു കഴിഞ്ഞ് വല കഴുകുന്ന അത് ക്രിസ്തു സാഗൂതം നോക്കി. 3 കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. ഒന്ന്, കായലിനെ കുറിച്ച്. ഒരു പ്രഭാതത്തിൽ കായലിൽ വന്ന് മത്സ്യബന്ധനം കണ്ട ക്രിസ്തുവിനെ കുറിച്ച്. ക്രിസ്തുവിൻ്റെ നോട്ടം ചെന്ന് വീണ പത്രോസിനെ കുറിച്ച്. 2 കാര്യങ്ങൾ കൂടി അതിൻ്റെ കൂടെ ചേർത്ത് വായിച്ചാലാണ് ഈ വേദവായന ഭാഗത്തിന് ആനുകാലികത ലഭിക്കും. ഇവിടെ കായൽ എന്ന് പറയുന്നത് ഒരു പ്രതീകമാണ്. അഥവാ 2000 വർഷങ്ങൾക്കപ്പുറത്ത് എഴുതപ്പെട്ട ഒരു വേദവായന ഭാഗത്തെ കാലികമായി ആനുകാലികമായി വ്യാഖ്യാനിക്കേണ്ടി വരുമ്പോൾ അതിലെ ചില ചിത്രങ്ങളെ, ചില വ്യക്തികളെ സമകാലീന ഭാവത്തിലേക്കും രൂപത്തിലേക്കും നാം തിരിച്ചു കൊണ്ടുവരണം. അപ്പോൾ കായൽ എന്ന് പറയുന്നത് മനുഷ്യ ജീവിതത്തിൻ്റെ പ്രതീകമാണ്. എങ്ങനെയാണ് കായൽ ജീവിതമാകുന്നത്? നമുക്കറിയാം, പുറമേ നിന്ന് നോക്കിയാൽ കാര്യമായ ചലനങ്ങളില്ലാതെ ജലം കെട്ടിനിൽക്കുന്ന ഒന്നാണ് കായൽ. നമ്മുടെയൊക്കെ മനുഷ്യൻ്റെ മനസ്സും ഏകദേശം അങ്ങനെയാണ്. പുറമേ നിന്ന് നോക്കിയാൽ ഒരിക്കലും നമ്മുടെ മനസ്സിൻ്റെ അടിമനസ്സിലെ അടിയൊഴുക്കുകൾ, സങ്കടങ്ങൾ, സംഘർഷങ്ങൾ കാണാനാകില്ല. മനുഷ്യജീവിതം കായലാകുന്നു. ആ കായലിൽ മത്സ്യബന്ധനം നടത്തിയ പത്രോസ് എക്കാലത്തെയും എല്ലാ മനുഷ്യരുടെയും പ്രതീകമാണ്. കായലിൽ മത്സ്യബന്ധനം നടത്തിയ പത്രോസിൻ്റെ പടക് അതും പ്രതീകമാണ്. ആ പടകിനെ, വള്ളത്തെ നമുക്ക് മനുഷ്യൻ്റെ മനോഭാവം എന്ന് വിളിക്കാം. മനുഷ്യ മനസ്സിൻ്റെ മനോഭാവത്തിൻ്റെ പ്രതീകാത്മകമായ ചിന്തയാണ് പടകെന്ന് പറയുന്നത്. പ്രഭാതത്തിൽ കായലിൽ വന്ന് എല്ലാം നോക്കിക്കണ്ട ക്രിസ്തു ദൈവത്തിൻ്റെ പ്രതീകമായി നിൽക്കുന്നു. 5-ാമത്തെ കാര്യം മത്സ്യബന്ധനമാണ്. ആധുനിക ഭാഷയിൽ നമുക്ക് പറയാം, നമ്മുടെ പ്രൊഫഷൻ. ഞാനും നിങ്ങൾ ജീവിക്കാൻ വേണ്ടി ഏർപ്പെട്ടിരിക്കുന്ന എല്ലാ തൊഴിലും മത്സ്യബന്ധനമാണ്. ഇത്രയും ഓർപ്പിച്ചുകൊണ്ട് ഒരു പ്രാവശ്യം കൂടി വിശുദ്ധനായ ലൂക്കോസിൻ്റെ സുവിശേഷം 5-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 11 വരെയുള്ള അതിമനോഹരമായ ഈ കണ്ടുമുട്ടലിനെ, ഈ സംഭാഷണത്തെ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് ക്ഷണിക്കുന്നു. സെയിൻറ്റ് ലൂക്ക് ചാപ്റ്റർ 5 വേഴ്സ് 1 to 11. അവൻ, ക്രിസ്തു, ഗന്നേസരത്ത് തടാകത്തിൻ്റെ കരയിൽ നിൽക്കുമ്പോൾ പുരുഷാരം ദൈവവചനം കേൾക്കേണ്ടതിന് അവനെ തിക്കിക്കൊണ്ടിരിക്കയാൽ 2
പടക് കരയ്ക്ക് അടുത്തു നിൽക്കുന്നത് അവൻ കണ്ടു. അവയിൽ നിന്നും മീൻ പിടിക്കാർ ഇറങ്ങി വല കഴുകുകയായിരുന്നു. ആ പടകുകളിൽ ശീമോനുള്ളതായ പടകിൽ അവൻ കയറി കരയിൽ നിന്നും അല്പം നീക്കണം എന്ന് അവനോട് അപേക്ഷിച്ചു. അങ്ങനെ അവൻ പടകിലിരുന്നു പുരുഷാരത്തെ ഉപദേശിച്ചു. സംസാരിച്ചു തീർന്നപ്പോൾ അവൻ ശീമോനോട് ആഴത്തിലേക്ക് നീക്കി മത്സ്യബന്ധനത്തിന് വലയിറക്കുവിൻ എന്ന് പറഞ്ഞു. അതിന് ശീമോൻ, നാഥ, രാത്രി മുഴുവനും അധ്വാനിച്ചിട്ടും ഒന്നും കിട്ടിയില്ല, എങ്കിലും നിന്റെ വാക്കിന് ഞാൻ വലയിറക്കാം എന്ന് ഉത്തരം പറഞ്ഞു. അവർ അങ്ങനെ ചെയ്തപ്പോൾ പെരുത്ത് മീൻകൂട്ടം അകപ്പെട്ട് വല കീറാറായി. അവർ മറ്റേ പടകിലുള്ള കൂട്ടാളികളെയും വന്ന് സഹായിക്കുവാൻ അവരെ മാടി വിളിച്ചു. അവർ വന്ന് പടക് രണ്ടും മുങ്ങുമാറാകുവോളവും നിറച്ചു. ശീമോൻ പത്രോസ് അത് കണ്ടിട്ട് യേശുവിൻ്റെ കാൽക്കൽ വീണു. കർത്താവേ, ഞാൻ പാപിയായ മനുഷ്യനാകൊണ്ട് എന്നെ വിട്ടു പോകണമേ എന്ന് പറഞ്ഞു. നമുക്കൊരു നിമിഷം തലകളെ വണക്കാം. ഈ ചിന്തകളെ നമ്മുടെ ജീവിത അനുഭവങ്ങളുമായി സന്നിവേശിപ്പിക്കുവാൻ നമുക്ക് ദൈവത്തിൽ ഒരു നിമിഷം ശരണപ്പെടാം. ദൈവമായ കർത്താവേ, വായിച്ചു കേട്ട വചനഭാഗത്തെ ഞങ്ങൾ അങ്ങയുടെ കരങ്ങളിലേക്ക് തിരിച്ചേൽപ്പിക്കുന്നു. അപ്പം എടുത്ത് വാഴ്ത്തി നുറുക്കി അവർക്ക് കൊടുത്തതുപോലെ ഈ വചനത്തെ അങ്ങ് നുറുക്കി അനുഗ്രഹിച്ച് ഞങ്ങൾക്കായി നൽകണമേ. ഞങ്ങളുടെ ജീവിതത്തോട്, ഞങ്ങളുടെ സങ്കടങ്ങളോട്, ഞങ്ങളുടെ സംഘർഷങ്ങളോട്, ഞങ്ങളുടെ സ്വപ്നങ്ങളോട് ഈ വചനം സംവദിക്കുവാൻ, സംസാരിക്കുവാൻ പരിശുദ്ധാത്മാവേ കൃപയുണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ നല്ല പകലിൽ ഈ പരിശുദ്ധ ദേവാലയത്തിൽ അങ്ങയുടെ സന്നിധിയിലായിരിക്കുന്ന എല്ലാ മക്കളെയും അങ്ങയുടെ കരങ്ങളിലേക്ക് ഒരിക്കൽ കൂടി തരുന്നു. ഏതാത്മാവിൽ ഈ വചനം എഴുതപ്പെട്ടുവോ ആ ആത്മാവിൽ ഈ വചനം വ്യാഖ്യാനിക്കുവാൻ ബലഹീനരും കുറവുള്ളവരുമായ ഞങ്ങളെ അങ്ങ് സഹായിക്കണമേ. ഞങ്ങൾക്കായി ജീവൻ വെക്കുകയും ഞങ്ങളെല്ലാവരെയും മക്കളാക്കി തീർക്കുകയും ചെയ്ത ക്രിസ്തുയേശുവിൻ്റെ ധന്യനാമത്തിൽ അപേക്ഷിക്കുന്നത് പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും എപ്പോഴും സ്തുതി കരേറ്റുവാനായിട്ട് തന്നെ. ആമേൻ. ഈ വേദവായന ഭാഗത്തെ 2 ഭാഗങ്ങളാക്കി ചിന്തിച്ചാണ് നാം ഇന്ന് ചില കാര്യങ്ങൾ ഒരിക്കൽ കൂടി ഓർമ്മിച്ചെടുക്കാൻ പോകുന്നത്. ഞാൻ ആമുഖമായി പറഞ്ഞു, പടക് മനോഭാവവും കായൽ മനുഷ്യൻ്റെ ജീവിതവുമാണ്. പത്രോസ് വിശ്വാസിയുടെ പ്രതീകമാണെന്ന് പറഞ്ഞു. ക്രിസ്തുയേശു പ്രവേശിക്കുന്നതിന് മുമ്പുള്ള പത്രോസിൻ്റെ പടകും ക്രിസ്തു പ്രവേശനം കഴിഞ്ഞ പത്രോസിൻ്റെ പടക് എന്ന 2 ഭാഗങ്ങൾ. ക്രിസ്തു കയറുന്നതിന് മുമ്പുള്ള പത്രോസിൻ്റെ പടകെന്ന് പറയുമ്പോൾ ദൈവം പ്രവേശിക്കുന്നതിന് മുമ്പുള്ള മനുഷ്യ ജീവിതത്തിൻ്റെ മനോഭാവം എന്നാണ് അതിനർത്ഥം. ക്രിസ്തു കയറി കഴിഞ്ഞതിന് ശേഷമുള്ള പത്രോസിൻ്റെ പടകെന്ന് പറയുമ്പോൾ ദൈവ സാന്നിധ്യത്തിന് ശേഷം മനുഷ്യ ജീവിതത്തിലുണ്ടാകുന്ന വ്യതിയാനം, മാറ്റം എന്നാണ് അതിൻ്റെ അർത്ഥം എന്ന് ഓർപ്പിച്ചുകൊണ്ട് ക്രിസ്തുയേശു പ്രവേശിക്കുന്നതിന് മുമ്പുള്ള പത്രോസിൻ്റെ പടക് അഥവാ ആ ജീവിതം എന്തായിരുന്നു? ഒന്നാമത്തെ ആശയം നമുക്കിങ്ങനെ പറയാം, ഇറ്റ് വാസ് എ ലൈഫ് ഓഫ് ക്രൈസിസ്. ഒരു പ്രതിസന്ധിയുടെ ജീവിതമായിരുന്നു, ഒരു പ്രതിസന്ധിയുടെ പടകായിരുന്നു അത്. എന്തുകൊണ്ടാണ് പത്രോസിൻ്റെ പടക് ഒരു പ്രതിസന്ധിയുടെ പടകായിരുന്നു എന്ന് ഞാൻ പറയാൻ കാരണം, നിങ്ങൾക്കറിയാം, ഒരു രാത്രി മുഴുവനും അധ്വാനിച്ചിട്ടും ഒന്നും കിട്ടിയില്ല. പ്രതിസന്ധി എന്ന് ഞാൻ പറഞ്ഞത് കേവലം ഒരു ആപത്ഘട്ടം എന്ന അർത്ഥത്തിലല്ല. ഒരു നിഘണ്ടുവിൻ്റെ അർത്ഥം ക്രൈസിസ് എന്ന് പറഞ്ഞാൽ ടൈം ഓഫ് ഡിഫിക്കൽറ്റി എന്ന് മാത്രമേ ഉള്ളൂ. എന്നാൽ മനുഷ്യ ജീവിതത്തിൽ പ്രതിസന്ധി എന്ന് പറയുമ്പോൾ അതിനപ്പുറത്ത് അതിനർത്ഥവും അർത്ഥതലങ്ങളുമുണ്ട്. പത്രോസ് പ്രതിസന്ധിയിലായതിൻ്റെ കാരണം ഒരു അപ്രതീക്ഷിത പരാജയം. നമുക്കറിയാം, നമ്മുടെ ജീവിതത്തിൽ നമ്മളൊക്കെ ചില പ്രതിസന്ധികളുടെ നീർക്കയങ്ങളിലേക്ക് വലിച്ചെറിയപ്പെടുന്നത്
അപ്രതീക്ഷിതമായി പരാജയങ്ങൾ ഉണ്ടാകുമ്പോഴാണ്. ജീവിതത്തെക്കുറിച്ച് അങ്ങനെയൊരു ഫിലോസഫിക്കലായ നിരീക്ഷണം പോലുമുണ്ട്. വാട്ട് ഈസ് ലൈഫ് എന്ന് ചോദിച്ചാൽ, ലൈഫ്, ജീവിതം എന്ന് പറഞ്ഞാൽ ലൈഫ് ഈസ് ദ ടോട്ടൽ സം ഓഫ് അൺഎക്സ്പെക്റ്റഡ് ഹാപ്പനിങ്സ്. ജീവിതം എന്ന് പറയുന്നത് അപ്രതീക്ഷിതമായ സംഭവങ്ങളുടെ ആകത്തുകയാണ്. പത്രോസിന്റെ പരാജയം അപ്രതീക്ഷിതമായിരുന്നു. കാരണം 21 കിലോമീറ്റർ നീളവും 11 കിലോമീറ്റർ വീതിയുമുള്ള മത്സ്യസമ്പത്ത് കൊണ്ട് സമ്പന്നമായ ശുദ്ധജല തടാകത്തിൽ പത്രോസിനെ പോലെ പ്രഗത്ഭനായ ഒരു മുക്കുവൻ പരാജയപ്പെടുക എന്ന് പറയുന്നത് അവിശ്വസനീയമാണ്. ഗന്നേസരത്തിന്റെ ആഴവും നീളവും വീതിയും എല്ലാം അറിയാവുന്ന പത്രോസ് അപ്രതീക്ഷിതമായി പരാജയപ്പെട്ടു. അപ്രതീക്ഷിതമായി പരാജയപ്പെട്ടതായിരുന്നു പത്രോസിന്റെ പ്രതിസന്ധി എന്ന് പറയുന്നത്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ എപ്പോഴെങ്കിലും ജീവിതത്തിൽ ചില സങ്കടങ്ങളുടെ, പ്രശ്നങ്ങളുടെ നടുവിൽ നിന്നുകൊണ്ട് വാവിട്ട് നിലവിളിച്ചിട്ടില്ലേ ദൈവത്തോട്? എന്തിന് ദൈവമേ? ദൈവം സ്നേഹവാനാണെന്നും ദൈവം കാരുണ്യവാനാണെന്നും ദൈവം സകലവും അറിയുന്നവനാണെന്നൊക്കെ പറയുകയും പഠിപ്പിക്കുകയും ചെയ്യുമ്പോൾ പിന്നെ എന്തിനാണ് ദൈവമേ ഞങ്ങളെ നീ പ്രതിസന്ധികളിലേക്ക് വലിച്ചെറിയുന്നത്? ജീവിതത്തിൽ എപ്പോഴെങ്കിലുമൊക്കെ നമ്മൾ ഈ സങ്കടം ദൈവത്തോട് ചോദിക്കാറുണ്ട്. ഞാനും എൻ്റെ പരിമിതമായ ജീവിത അനുഭവത്തിൽ ചില സങ്കടങ്ങളുടെ നടുവിൽ നിന്നുകൊണ്ട് ദൈവത്തോട് നിലവിളിച്ചിട്ടുണ്ട്. ദൈവമേ, എന്തിനീ പ്രതിസന്ധി? എനിക്ക് തോന്നുന്നു പ്രതിസന്ധികൾ ദൈവം തരുന്നത് എന്തിനാ? പത്രോസ് എന്ന് പറയുന്ന ഒരു മുഖുവനെ എന്തുകൊണ്ട് ദൈവം 2000 കൊല്ലങ്ങൾക്കപ്പുറത്ത് അപ്രതീക്ഷിതമായ ഒരു പരാജയത്തിലേക്ക് തള്ളിവിട്ടു? പരാജയങ്ങൾ പ്രതിസന്ധികളാണെങ്കിൽ പ്രതിസന്ധികൾ പാഠശാലകളാണ്. ഏറ്റവും വലിയ വിദ്യാലയം എനിക്ക് തോന്നുന്നു പ്രതിസന്ധികളാണ്. പ്രതിസന്ധികൾ എന്ന് പറയുന്ന വിദ്യാലയത്തിൽ ദൈവമെന്ന് പറയുന്ന അധ്യാപകൻ വിദ്യാർത്ഥികളായ നമുക്ക് അതിമനോഹരമായ ജീവിത പാഠങ്ങൾ പകർന്നു തരും. നിങ്ങൾക്കറിയാം, വിദ്യാഭ്യാസം എന്ന് പറയുന്നത് 20% മാത്രമാണ് ഫോമൽ. 80% അറിവ് അനൗപചാരികമാണ്, ഇൻഫോമലാണ്. ഞാനും നിങ്ങൾ കാര്യങ്ങൾ അറിയുന്നതും പഠിക്കുന്നതും മനസ്സിലാക്കുന്നതും അനുഭവങ്ങളിലൂടെയാണ്. പ്രതിസന്ധി എന്ന് പറയുന്ന ക്ലാസ് മുറികളിൽ ദൈവം നമ്മളെ എന്താ പഠിപ്പിക്കുക? പ്രതിസന്ധിയെ ഒന്നുകൂടി വ്യാഖ്യാനിച്ചോട്ടെ. എല്ലാ വിഫലമായ ബോധ്യങ്ങളും പ്രതിസന്ധികളാണ് നമ്മുടെ. അത് കേവലം മാരകമായ അസുഖമോ ദാമ്പത്യ ജീവിതത്തിലെ തകർച്ചയോ സാമ്പത്തിക പ്രശ്നങ്ങളോ മാത്രമല്ല പ്രതിസന്ധികൾ. ആഗ്രഹിച്ച സ്നേഹം നിഷേധിക്കപ്പെടുന്നത്, ആകാശം തടഞ്ഞു വെക്കുന്ന പ്രാർത്ഥനകൾ, ഭൂമി വിഴുങ്ങിക്കളയുന്ന ആവശ്യങ്ങൾ, ഒരായുസ് മുഴുവൻ മക്കൾക്ക് വേണ്ടി ചിലവഴിച്ച് മക്കൾക്ക് വേണ്ട എന്ന് വരുന്ന അവസ്ഥ, അങ്ങനെ വ്യക്തി ജീവിതത്തിലെയും സാമൂഹിക ജീവിതത്തിലെയും ഔദ്യോഗിക ജീവിതത്തിലെയും എല്ലാ സങ്കടങ്ങളും പ്രതിസന്ധികളാണ്. എന്താ ദൈവം ഈ പ്രതിസന്ധികളിൽ പഠിപ്പിക്കുക? അല്ലെങ്കിൽ പത്രോസിനെ എന്താ പഠിപ്പിച്ചത്? എനിക്ക് തോന്നുന്നു പ്രതിസന്ധികൾ പഠിപ്പിക്കുന്ന ഒന്നാമത്തെ പാഠം ജീവിതത്തിൻ്റെ ഉറവ് എവിടെയാണ്, എല്ലാ നന്മകളുടെയും ആവിർഭാവം എവിടെയാണ് എന്ന് പഠിപ്പിക്കുന്നത് പ്രതിസന്ധികളാണ്. എന്ന് പറഞ്ഞാൽ, ഒരു പക്ഷേ സ്വന്തം സാമർഥ്യം കൊണ്ടും കഴിവുകൊണ്ടും പരിചയം കൊണ്ടും മാത്രം ജീവിതത്തിൽ വിജയിക്കാമെന്ന് കരുതുന്നവരാണ് നമ്മിൽ ബഹുഭൂരിപക്ഷം പേര്. പത്രോസും അങ്ങനെയായിരുന്നു. ഒരു രാത്രി മുഴുവനും ഈ കൊച്ചു കായലിൽ വലയെറിഞ്ഞിട്ട് ഒരു കൊച്ചു മത്സ്യം പോലും കിട്ടാതെ വരുമെന്ന് സ്വപ്നത്തിൽ പോലും പത്രോസ് വിചാരിച്ചില്ല. മത്സ്യബന്ധനം അറിഞ്ഞാൽ, വല നന്നായാൽ, കായൽ അറിഞ്ഞാൽ, കൂട്ടാളികൾ ശക്തരാണെങ്കിൽ വിജയിക്കാം എന്ന് പത്രോസ് കരുതിയതുപോലെ നമ്മുടെയൊക്കെ ജീവിതത്തിൻ്റെ യൗവനത്തിൻ്റെ തീക്ഷ്ണതയിലൊക്കെ ഞാനും നിങ്ങളുമൊക്കെ ചിലപ്പോഴൊക്കെ ഇങ്ങനെ കരുതും. കൃത്യമായ പ്ലാനിങ്, ബുദ്ധി, അറിവ്, ക്രമീകൃതമായി കാര്യങ്ങൾ ചെയ്യുക, ഒരു മാനേജ്മെൻറ്റിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ അങ്ങനെയൊക്കെ ചെയ്താൽ ജീവിതം വിജയിക്കുമോ? പത്രോസ് പരാജയപ്പെട്ടു. എന്ന് പറഞ്ഞാൽ ജീവിതത്തിൻ്റെ സകലത്തിൻ്റെയും ഉറവിടം ദൈവമാണ് എന്ന് ഞാനും നിങ്ങളും ജീവിതത്തിൻ്റെ തിരക്കിൽ നെട്ടോട്ടത്തിൽ വിസ്മരിക്കുമ്പോൾ, നിൽക്ക് മകനെ, നിൽക്ക് മകളെ, അങ്ങനെയല്ല
എന്ന് നമ്മെ പഠിപ്പിക്കാൻ ഒരു പാഠശാല ഉണ്ടാകണമെങ്കിൽ പ്രതിസന്ധികൾ ഉണ്ടാകണം. ഞാൻ വായിച്ചു കേട്ടൊരു കൊച്ചു കഥ നിങ്ങളുമായി പങ്കുവെക്കാൻ ആഗ്രഹിക്കുകയാണ്. ഒരു ആശ്രമത്തിൽ ഒരു സന്യാസി പുരോഹിതനുണ്ടായിരുന്നു. സകലത്തെയും സ്നേഹിച്ച ഒരു പുരോഹിതൻ. വൃക്ഷങ്ങളെയും ഫലങ്ങളെയും വ്യക്തികളെയും എല്ലാത്തിനെയും ഇദ്ദേഹം വളരെ ഓമനിച്ച് ഒരു മാവ് നട്ടു വളർത്തി. നമുക്കറിയാം, മാവ് കായ്ക്കുന്നത് വരെ കുഴപ്പമില്ല. ഈ പുരോഹിതൻ നട്ടു വളർത്തിയ മാവ് കായ്ച്ചു. ഒരുപാട് മധുരങ്ങളായ പഴങ്ങൾ അതിലുണ്ടായി. മാവിൽ മാമ്പഴമുണ്ടായപ്പോൾ ആ വഴിയെ സ്കൂൾ വിട്ട് തിരിച്ചു പോകുന്ന കുട്ടികളൊക്കെ മാങ്ങ ലഭിക്കാൻ വേണ്ടി കല്ലെറിയാൻ തുടങ്ങി. കുട്ടികളുടെ ഉന്നം ശരിയല്ലാത്തത് കൊണ്ട് പല കല്ലുകളും വന്ന് ആശ്രമത്തിൻ്റെ കെട്ടിടങ്ങളിൽ വീണുകയും ഓടുകൾ പൊട്ടുകയും ഒക്കെ ചെയ്തു. അപ്പോൾ ഈ വയോധികനായ പുരോഹിതൻ വിചാരിച്ചു, എന്താ ഇനി മാർഗം? കുട്ടികളെ ശാസിക്കാനും ഓടിച്ചു വിടാനൊന്നും അദ്ദേഹത്തിന് തോന്നിയില്ല. അദ്ദേഹം ആലോചിച്ചപ്പോൾ അദ്ദേഹത്തിന് ഒരു കാര്യം മനസ്സിലായി. കുട്ടികൾ മാവിന് കല്ലെറിയുന്നത് മാങ്ങ കിട്ടാൻ. അങ്ങനെയാണെങ്കിൽ മാങ്ങ കൊടുത്താൽ കുട്ടികൾ ഏറി നിർത്തുമല്ലോ. ഒരു ദിവസം ക്ലാസ് കഴിഞ്ഞ് മാവിനെറിഞ്ഞ കുട്ടികളെ കാണാതെ ആശ്രമത്തിലിരുന്ന് ജനലിലൂടെ അവർ കാണാതെ നല്ല കുറേ മാങ്ങ ഈ പുരോഹിതൻ ഇങ്ങനെ എറിഞ്ഞു കൊടുത്തു. തങ്ങളുടെ കാലിൻ്റെ ചുവട്ടിൽ നല്ല മാങ്ങ വന്നു വീണപ്പോൾ പുരോഹിതൻ വിചാരിച്ചതുപോലെ ഏറ് നിർത്തിയില്ല കുട്ടികൾ. മാത്രമല്ല, അവർ ഏറിന് ശക്തി കൂട്ടി. അവർ പറഞ്ഞു, കണ്ടോ, ഇതാ എൻ്റെ ഏറ് കൊണ്ട് വീണ മാങ്ങ. ഈ കൊക്കിന് വെച്ചത് ചക്കിന് കൊണ്ടുവന്നോ തിരിച്ചൊക്കെ പറയുന്നത് പോലെ സംഗതി വിപരീത ഫലം ചെയ്തപ്പോൾ അദ്ദേഹം ആലോചിച്ച്, ഇനി എന്താ മാർഗം? അപ്പോൾ അദ്ദേഹത്തിന് ഓർമ്മ വന്നു, തലേ ദിവസം താൻ ശേഖരിച്ച് വെച്ച മാങ്ങപ്പഴത്തിൻ്റെ അടിയിൽ കുറേ ചീഞ്ഞ മോശമായ മാങ്ങയുണ്ടായി. അദ്ദേഹം പിന്നീട് ഈ ചീഞ്ഞ മാങ്ങ ജനലിലൂടെ എറിഞ്ഞു കൊടുത്തു. ചീഞ്ഞ മാങ്ങകൾ വന്ന് കാലിൻ്റെ ചുവട്ടിൽ വീണപ്പോൾ കുട്ടികൾ ഏറി നിർത്തി. അവർ മാവിലേക്ക് നോക്കി. അവിടെ നല്ല പഴങ്ങൾ മാത്രമേ ഉള്ളൂ. പിന്നെ എങ്ങനെയാണ്, എവിടെ നിന്നാണ് ഈ ചീഞ്ഞ മാങ്ങ വന്ന് വീണത്? അവർ നല്ലോണം നോക്കിയപ്പോൾ ജനലിടയിലൂടെ ഈ ചീഞ്ഞ മാങ്ങ എറിയുന്ന പുരോഹിതനെ അവർ കണ്ടു. അവർ ഏറി നിർത്തി. നമ്മളും ഇങ്ങനെയാണ്. ജീവിതത്തിൽ ഒരുപാട് നല്ല ഫലങ്ങളാകുന്ന മാങ്ങകൾ, ആയുസിൻ്റെയും ആരോഗ്യത്തിൻ്റെയും സമ്പത്തിൻ്റെയും മക്കളുടെയും സമാധാനത്തിൻ്റെയും സൗഖ്യത്തിൻ്റെയും രൂപത്തിൽ അനസ്യൂതമായി ദൈവം നമുക്കിങ്ങനെ ചൊരിഞ്ഞു നൽകിയപ്പോൾ നമ്മളൊക്കെ അറിയാതെ പറഞ്ഞു, കണ്ടോ, എൻ്റെ കഴിവ് കൊണ്ട്, എൻ്റെ പരിശ്രമം കൊണ്ട്, എൻ്റെ മക്കളുടെ പ്രയത്നം കൊണ്ട്, എൻ്റെ ഭർത്താവിൻ്റെ ജോലി കൊണ്ട് എന്നൊക്കെ നമ്മൾ പറഞ്ഞു. എപ്പോഴൊക്കെയോ ചില ചീഞ്ഞ മാങ്ങകളാകുന്ന രോഗങ്ങളും സങ്കടങ്ങളും പ്രശ്നങ്ങളും ബന്ധങ്ങളിലെ തകർച്ചകളുമൊക്കെ വന്നപ്പോഴാണ് നമ്മളും ഏറ് നിർത്തിയതും എവിടെ നിന്നാണ് ഇത് വന്നത് എന്ന് അന്വേഷിച്ചതും. അർത്ഥവത്തായി ജീവിതത്തെ തിരയാൻ, അന്വേഷിക്കാൻ ദൈവം മനുഷ്യരെന്ന വിദ്യാർത്ഥികളെ ദൈവത്തിൻ്റെ പാഠശാലയിലേക്ക് ക്ഷണിക്കുന്നത് പ്രതിസന്ധിയിലൂടെയാണ്. പ്രതിസന്ധികൾ തരുന്ന രണ്ടാമത്തെ ഗുണം, ഒരു സ്പേസ്, ദൈവത്തിന് സ്പേസ് ഉണ്ടാകുന്നത് പ്രതിസന്ധികളിലാണ്. എന്ന് പറഞ്ഞാൽ, അന്ന് രാത്രി വലയെറിഞ്ഞിട്ട് നിറയെ മത്സ്യം കിട്ടിയിരുന്നു എന്ന് സങ്കല്പിക്കുക പത്രോസിന്. അങ്ങനെ നിറയെ മത്സ്യമുള്ള പടകിലേക്കായിരുന്നു ക്രിസ്തു വന്നിരുന്നതെങ്കിൽ പത്രോസ് എന്തു പറഞ്ഞേനെ? എന്താ പറയുക? നമ്മളെപ്പോലെ പറഞ്ഞേനെ, ഇപ്പോൾ നിന്റെ ഉപദേശം ഇവിടെ വേണ്ട. എന്താ കാരണം? എനിക്ക് മീൻ വിൽക്കണം, ഇത് ഇരുന്നാൽ ചീഞ്ഞു പോകും, ഈ മത്സ്യവുമായി ബന്ധപ്പെട്ട് ഐ എം സോ ബിസി എന്ന് പത്രോസ് പറഞ്ഞേനെ. പക്ഷേ ഒന്നും പിടിക്കാത്ത ഒരു രാത്രിയിൽ പത്രോസിന് എവിടെയും പോകാൻ സ്ഥലമില്ല. അപ്പോൾ സമയമുണ്ടായി. പോകാൻ അതിനുള്ള സ്ഥലങ്ങളുടെ എണ്ണം കുറയുമ്പോഴാണ് സമയം ഉണ്ടാവുക. എൻ്റെ ഭാവനയിൽ പത്രോസ് വിവാഹിതൻ കൂടിയായിരുന്നു. വിവാഹിതനായിരുന്ന പത്രോസ് ഒന്നും പിടിക്കാതെ അതിരാവിലെ സ്വന്തം വീട്ടിലേക്ക് ഒഴിഞ്ഞ വലയുമായി ചെന്നാൽ അവിടെ പൂമുഖ വാതിൽക്കൽ സ്നേഹം വിടർത്തുന്ന ഒരു പൂത്തിങ്കളായി ആരുണ്ടാകാൻ സാധ്യതയുണ്ട്? പത്രോസിൻ്റെ ഭാര്യ. എങ്ങനെയായിരിക്കും പരാജിതനായി വരുന്ന പത്രോസിനെ ഈ ഭാര്യ സ്വീകരിക്കുക? ഒരു ഭാര്യമാരും അനങ്ങുന്നില്ല. എന്താ കാരണം? ഗതികേട് കൊണ്ട് പറയട്ടെ, നമ്മളാരും പരാജയപ്പെട്ട വ്യക്തികളെ സ്വീകരിക്കാൻ മാത്രം വളർന്നവരല്ല. പരാജയപ്പെട്ട മക്കളെ,
പരാജയപ്പെട്ട ഭർത്താക്കന്മാരെ, ജീവിതത്തിൽ പരാജയപ്പെടുന്ന ഭാര്യമാരെ, പരാജയപ്പെടുന്ന വ്യക്തികളെ സ്വീകരിക്കേണ്ട മനസ്സ് നമുക്ക് ഇപ്പോഴും ഇല്ല. തീർച്ചയായും പത്രോസ് ഒന്നും പിടിക്കാതെ വീട്ടിലേക്ക് തിരിച്ചു വരുമ്പോൾ എന്നാൽ പ്രാർത്ഥിക്കാം അച്ചായ, നാളെ നമുക്ക് വീണ്ടും വലവീശാം എന്നൊക്കെ പറയുന്ന വിധത്തിൽ പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് നമുക്കില്ല. കുറ്റപ്പെടുത്തലുകൾ അവിടെ ആരംഭിക്കും. കുറ്റപ്പെടുത്തലുകൾ ആരംഭിക്കുന്നതും ബന്ധങ്ങൾ അകലുന്നതും പരാജയങ്ങളില്ല. അപ്പോൾ തൽക്കാലം പത്രോസിന് തോന്നി തിരിച്ചു പോകാൻ ഇടമില്ലാതെ വന്നു, കുറച്ച് നേരത്തേക്കെങ്കിലും. അപ്പോൾ പിന്നെ പടകിലിരിക്കുകയേ നിവൃത്തിയുള്ളൂ. അങ്ങനെയൊക്കെ കാര്യമായ തിരക്ക് കഴിഞ്ഞ് ചില ഒറ്റപ്പെടലുകളിൽ, ചില പരാജയങ്ങൾ നമ്മളായിരിക്കുമ്പോൾ നമ്മളോട് ചില കാര്യങ്ങളൊക്കെ സംസാരിക്കാനുള്ള ഒരു സാധ്യത ദൈവത്തിനുണ്ടാകും എന്നാണ് കരുതുന്നത്. ഞാൻ നിന്നെ മരുഭൂമിയിലേക്ക് കൊണ്ടുപോയി അവിടെ വെച്ച് നിന്നോട് ഹൃദ്യമായി സംസാരിക്കാമെന്നൊക്കെയുള്ള പഴയ നിയമത്തിലെ വളരെ മാധുര്യമേറുന്ന വചനങ്ങൾ നമ്മെ പഠിപ്പിക്കുന്ന അതാണ്. പ്രതിസന്ധികൾ ഒന്ന് യഥാർത്ഥ ഉറവിയെക്കുറിച്ചുള്ള ഓർമ്മ നമുക്ക് തരും. രണ്ട്, പ്രതിസന്ധികൾ ദൈവത്തിന് സംസാരിക്കുവാനുള്ള ഇടം തരും. മൂന്നാമത്തെ ആശയം, പ്രതിസന്ധികൾ നമ്മെ നല്ല മനുഷ്യരാക്കും. ഈ റിഫൈൻമെൻ്റ് ഓഫ് പേഴ്സണാലിറ്റി എന്നൊക്കെ പറയും. എനിക്ക് തോന്നുന്നു നന്മ എന്ന് പറയുന്ന, അല്ലെങ്കിൽ നാടൻ ഭാഷയിൽ മനുഷ്യപ്പറ്റെന്നൊക്കെ പറയുന്ന ഒരു മാനുഷിക വികാരം നമുക്കുണ്ടാകുന്നത് ചില കൈപ്പേറിയ അനുഭവങ്ങളിലൂടെയാണ്. വിശുന്ന ഒരു മനുഷ്യന് മാത്രമേ മറ്റൊരാൾ എനിക്ക് വിശക്കുന്നു എന്ന് പറയുമ്പോൾ അത് മനസ്സിലാക്കാനാകൂ. എപ്പോഴെങ്കിലുമൊക്കെ രോഗിയായി കിടന്ന ഒരാൾക്ക് മാത്രമേ അനാരോഗ്യത്തിൻ്റെ പ്രശ്നം എന്താണെന്ന് തിരിച്ചറിയാനാകൂ. ഇവിടെ കേവലം ഒരു മുക്കുവനായ പത്രോസിനെ അപ്പോസ്തലനാക്കി മാറ്റുകയാണ്. അപ്പോസ്തലനാകുക എന്ന് പറഞ്ഞാൽ പിന്നെ അയാൾ മനുഷ്യരെ പിടിക്കുന്നയാളാണ്. മനുഷ്യരെ പിടിക്കണമെങ്കിൽ മനുഷ്യൻ്റെ സങ്കടങ്ങൾ എന്താണെന്നറിയണം. മനുഷ്യൻ, പരാജയപ്പെട്ട മനുഷ്യൻ്റെ മാനസികാവസ്ഥ എന്താണെന്നറിയണം. അങ്ങനെ ജീവിതത്തിൻ്റെ അനുഭവ പാഠം പത്രോസിനെ പഠിപ്പിക്കുകയാണ്. നിങ്ങളോട് ചോദിച്ചു നോക്കിയേ, എന്തെങ്കിലുമൊക്കെ നന്മകൾ നാം ആർജിച്ചെടുത്തത് ജീവിതത്തിൻ്റെ ഒരുപാട് സമ്പന്നതയുടെ നടുവിലല്ല, ചില ഇല്ലായ്മകളുടെ, ഒറ്റപ്പെടലുകളുടെ, ആരോപണങ്ങളുടെ, തകർച്ചകളുടെ, തളർച്ചകളുടെ ഒക്കെ ഇടയിലാണ് ചില നന്മകൾ നമുക്കുണ്ടായത്. അപ്പോൾ ഒരു പ്രതിസന്ധിയിൽ ചെന്നുപെട്ടാൽ നമ്മൾ അതിൽ നിന്ന് പോസിറ്റീവായി പഠിക്കുന്നത് കുറച്ചുകൂടി നല്ല മനുഷ്യരാകും. പ്രിയപ്പെട്ടവരെ, അങ്ങനെ പ്രതിസന്ധിയുള്ള, സങ്കടമുള്ള ഒരു ജീവിതത്തിലേക്കാണ്, ഒരു പടകിലേക്കാണ് 2000 കൊല്ലങ്ങൾക്കപ്പുറത്ത് ക്രിസ്തു കാലെടുത്ത് വയ്ക്കുവാനുള്ള മനസ്സ് കാണിച്ചത്. നമുക്ക് ഈ വേദവായന ഭാഗത്തെ നമ്മുടെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാം. നമുക്ക് ഒരു നിമിഷം ഗന്നേസരത്തിൻ്റെ ആ കായലിൻ്റെ അടുത്തേക്ക് പോകാം. ഒരു നിമിഷം കണ്ണുകളെ അടയ്ക്കാം. നമുക്ക് ഇന്ന് ഈ ദേവാലയത്തിലായിരിക്കുന്ന നമ്മുടെ ജീവിതത്തിലെ സങ്കടങ്ങളെ ഓർത്തെടുക്കുക. രോഗങ്ങൾ, ഒറ്റപ്പെടലുകൾ, ഏകാന്തതകൾ, കുടുംബജീവിതത്തിലെ പാളിച്ചകൾ, സാമ്പത്തിക പ്രശ്നങ്ങൾ, ഏറ്റവും അടുത്തവർ അകന്നുപോയത്, എല്ലാവരും ഉണ്ടായിട്ടും ഒന്നുമില്ല എന്ന് തോന്നുന്ന അവസ്ഥകൾ. പ്രിയപ്പെട്ടവരെ, ഇന്ന് ഈ പകലിൽ നിങ്ങൾ ഈ ആലയത്തിലായിരിക്കുമ്പോൾ എന്തൊക്കെയാണ് നിങ്ങളെ അലട്ടുന്ന സങ്കടങ്ങൾ? എന്തൊക്കെയാണ് നിങ്ങളുടെ പ്രതിസന്ധികൾ? എന്തൊക്കെയാണ് നിങ്ങളുടെ ആവശ്യങ്ങൾ? എന്തൊക്കെയാണ് നിങ്ങളുടെ ആഗ്രഹങ്ങൾ? എന്തൊക്കെയാണ് നിങ്ങളുടെ ക്രൈസിസുകൾ? ആ പ്രതിസന്ധികളിലേക്ക്, ആ കണ്ണുനീരിലേക്ക്, ആ ഇല്ലായ്മയിലേക്ക് കാലെടുത്ത് വയ്ക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ക്രിസ്തുവേശുവിനെ ഈ വെള്ളിയുടെ നല്ല പ്രഭാതത്തിൽ നമുക്ക് തിരിച്ചറിയാം. കണ്ണുനീര് കാണുമ്പോൾ മനസ്സലിയുന്ന ഒരു ദൈവം. മഗ്ദലക്കാരത്തി മറിയയോട് ക്രിസ്തു ചോദിച്ചു, സ്ത്രീയെ, നീ കരയുന്നതെന്തിന്? സ്ത്രീയെ കാണുന്നതിന് മുമ്പ് അവൻ്റെ കണ്ണുനീര് കണ്ട ഒരു ക്രിസ്തു. ദൈവം ആദ്യം കാണുന്നത് കണ്ണുനീരാണെങ്കിൽ ആ കണ്ണുനീരിൽ മനസ്സലിയുന്ന ദൈവത്തെക്കുറിച്ചുള്ള, ആ ദൈവത്തിൻ്റെ സ്നേഹത്തെക്കുറിച്ചുള്ള, ദൈവത്തിൻ്റെ മനസ്സലിവിനെക്കുറിച്ചുള്ള അതിമനോഹരമായൊരു ഗാനം നാം കേൾക്കാൻ പോകുന്നു. ഗാനത്തോടൊപ്പം ഗന്നേസരത്തിൻ്റെ അരികിലേക്ക്, പത്രോസിൻ്റെ ജീവിതത്തിലേക്ക്, പത്രോസിൻ്റെ പടകിലേക്ക് കാലെടുത്ത് വെച്ച ക്രിസ്തുവിനോട് നമുക്കും പറയാം, കർത്താവേ, ഞങ്ങളുടെ സങ്കടങ്ങളിലേക്ക്, ഞങ്ങളുടെ ആവശ്യങ്ങളിലേക്ക്, ഞങ്ങളുടെ പ്രശ്നങ്ങളിലേക്ക്, ഞങ്ങളുടെ രോഗങ്ങളിലേക്ക് കർത്താവേ പ്രവേശിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ഗാനം നമുക്ക് ശ്രമിക്കാം.
ഹൃദയത്തിൽ സാന്ത്വനമേകുവാൻ ആശ്വാസദായകൻ വരുമോ? നീറുന്ന ഹൃദയത്തിൽ സാന്ത്വനമേകുവാൻ ആശ്വാസദായകൻ വരുമോ? കരയുന്ന മിഴികളിൽ കണ്ണീർ തുടയ്ക്കുവാൻ കാരുണ്യരൂപാ വരുമോ? മാറാത്ത വ്യാധിയാൽ നീറും ശരീരത്തിൽ സൗഖ്യം പകരുവാൻ വരുമോ? മാറാത്ത വ്യാധിയാൽ നീറും ശരീരത്തിൽ സൗഖ്യം പകരുവാൻ വരുമോ? നൈരാശ്യമേറിയ നീടവേ ആനന്ദമായി നീ വരുമോ? പ്രതിസന്ധിയുടെ പടക് മാത്രമായിരുന്നില്ല പത്രോസിൻ്റേത്. പ്രതിസന്ധിയിൽ തകരാത്തൊരു പടകുമായിരുന്നു. ഗന്നേസരത്ത് തടാകത്തിൻ്റെ കരയിൽ നിന്ന് ക്രിസ്തു നോക്കുമ്പോൾ ക്രിസ്തു കണ്ടത് ഒന്നും പിടിക്കാത്തൊരു രാത്രിക്ക് ശേഷം പത്രോസ് വല കഴുകുന്ന രംഗമാണ്. ഈ വല കഴുകുക എന്ന് പറയുന്നത് കേവലം ഒരു വാക്കിനപ്പുറത്ത് അത് അനുഷ്ഠിച്ച വ്യക്തിയുടെ മനോഭാവമായി മാറുകയാണ്. ഒരു രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ട് ഒന്നും കിട്ടിയില്ല എന്ന് പറഞ്ഞാൽ താൽക്കാലികമായി പത്രോസിൻ്റെ പ്രൊഫഷനിൽ ജോലിയിൽ പരാജയപ്പെട്ടു എന്ന് തന്നെ അർത്ഥം. എന്നിട്ടും വല കഴുകി എന്ന് പറഞ്ഞാലോ, ഇന്ന് ഒരു രാത്രി ഞാൻ ഈ കായലിൽ എൻ്റെ ജോലിയിൽ എൻ്റെ പരിശ്രമത്തിൽ ഞാൻ പരാജയപ്പെട്ടെങ്കിലും നാളെ വീണ്ടും ഇതേ കായലിൽ ഇതേ വല ഉപയോഗിച്ച് ഇതേ കൂട്ടാളികളുടെ കൂടെ ഞാൻ ഒരിക്കൽ കൂടി വലയെറിയും എന്ന് പറയുന്നതിൻ്റെ പേരാണ് ക്രിയാത്മകമായ മനോഭാവം. അപ്പോൾ നമുക്ക് രണ്ടാമത്തെ ആശയം ഇങ്ങനെ പറയാം: ഇറ്റ് വാസ് എ ലൈഫ് ഓഫ് ഗ്രേറ്റ് ഹോപ്പ്. മഹത്തായ വിശ്വാസത്തിൻ്റെ, പ്രത്യാശയുടെ ഒരു പടകായിരുന്നു പത്രോസിൻ്റെ പടക്. നമ്മളെപ്പോലെയുള്ള സാധാരണ മനുഷ്യർക്ക് സംഭവിക്കുന്നത്, ഒരു പരാജയമുണ്ടാകുമ്പോൾ, ഒരു പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ തൽക്കാലത്തേക്ക് നാം കർമ്മ വിമുഖരാകും. വിചാരിച്ച മാർക്ക് കിട്ടാതെ വരുന്നൊരു കുട്ടി അന്ന് പഠിക്കില്ല. ഒരു 6 മാസം മുമ്പ് ഒരു കൗൺസിലിംഗ് കേസ് വന്നത്, ഡോക്ടറാകാൻ ആഗ്രഹിച്ച് മോഹിച്ചൊരു പെൺകുട്ടിക്ക് അതിനുള്ള അഡ്മിഷൻ കിട്ടിയില്ല. BSc നഴ്സിങ്ങിനുള്ള ഇതാണ് കിട്ടിയത്. പക്ഷെ ഒരിക്കലും ആ മോക്ക് ഒരു നേഴ്സാകുക എന്ന് പറയുന്നത് സങ്കല്പിക്കാൻ പറ്റാത്ത വിധത്തിൽ തകർന്നു പോയ ഡിപ്രഷൻ സ്റ്റേജിലെത്തിയ ഒരു പെൺകുട്ടി. ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെ, ഉദ്ദേശിക്കുന്നത് പോലെ ജീവിതം ആയിത്തീരാതെ വരുമ്പോൾ നമ്മുടെ പ്രതികരണമാണ്. ഇതൊരു ഗ്രേറ്റ് ഹോപ്പ് ആണ്. വിശ്വാസത്തിൻ്റെ ഒരു പടകായിരുന്നു. വിശ്വാസത്തെക്കുറിച്ച് നമുക്കെല്ലാവർക്കും കാണാതെ അറിയാവുന്ന പരിശുദ്ധനായ പൗലോസ് ശ്ലീഹയുടെ പ്രാർത്ഥനാ നിർഭരമായ ഒരു വാക്യമുണ്ട് എബ്രായ ലേഖനത്തിൽ. എന്താണത്? വിശ്വാസം എന്നത് ആശിക്കുന്നതിൻ്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയവുമാകുന്നു. വിശ്വാസം എന്ന് പറഞ്ഞ 3 അക്ഷരത്തിന് നിഘണ്ടു കൽപ്പിക്കുന്ന അർത്ഥം ഒരു വ്യക്തിയിലോ ഒരു ആശയത്തിലോ അത് സത്യമാണെന്ന് കണ്ട് അതിൽ സമർപ്പിക്കുന്നതിനെയാണ് വിശ്വാസം എന്ന് പറയുന്നത്. എന്നാൽ ഇതിനൊരു ക്രൈസ്തവ വീക്ഷണകോണിൽ ഈ വിശ്വാസം എന്ന് പറയുന്ന 3 അക്ഷരത്തിന് കുറെ കൂടി വിശാലമായൊരു ഭൂമികയുണ്ട്. എന്താണത്? പൗലോസ് പറഞ്ഞു, വിശ്വാസിക്ക് 3 കാര്യം വേണം. എന്തൊക്കെ വേണം? വിശ്വാസം എന്നത് ആശയാണ്, സ്വപ്നമാണ്, സ്വപ്നം കാണണം. നമ്മുടെ പൗരസ്ത്യ പിതാക്കന്മാരുടെ ഭാഷയിൽ പറഞ്ഞാൽ ദർശനമുണ്ടാകണം. എന്താ ഈ ദർശനം എന്ന് പറഞ്ഞ വാക്കിൻ്റെ അർത്ഥം? പുതിയ ആധ്യാത്മികക്കാർ പറയുന്നത് പോലെ
കണ്ണടയ്ക്കുമ്പോൾ കണ്ണിൻ്റെ മുമ്പിൽ തെളിയുന്ന TV സ്ക്രീനിൽ കാണുന്ന ദൃശ്യത്തിൻ്റെ പേരല്ല ദർശനം. ദർശനം എന്ന് പറഞ്ഞാൽ ജീവിതത്തിലെ സങ്കടങ്ങളുടെ, ജീവിതത്തിലെ ഇല്ലായ്മകളുടെ, ജീവിതത്തിലെ പ്രതിസന്ധികളുടെ നടുവിൽ ഭാവിയെക്കുറിച്ച് ശോഭനമായ ഒന്ന് കാണാനുള്ള അകക്കണ്ണിനെയാണ് ദർശനമെന്ന് പറയുന്നത്. അതിനെയാണ് പൗലോസ് പറയുന്നത് വിശ്വാസം എന്നത് ആശിക്കുന്നതിൻ്റെ ഉറപ്പാണ്. നമുക്ക് ആശകളുണ്ടാകുമോ? എപ്പോഴാ? പ്രതിസന്ധികളിൽ. രോഗം ബാധിക്കുമ്പോൾ സൗഖ്യത്തെക്കുറിച്ചുള്ള പ്രത്യാശ, തകർന്നു പോകുമ്പോൾ രക്ഷപ്പെടുമെന്നുള്ള പ്രത്യാശ. മനുഷ്യജീവിതം എന്ന് പറയുന്നത് ചവിട്ടി മെതിക്കപ്പെടും തോറും കൂമ്പിന് കരുത്ത് വരുന്ന കദളി വൃക്ഷമാണ് മനുഷ്യൻ എന്ന് അയ്യപ്പ പണിക്കരുടെ മനോഹരമായ ഒരു കവിതയുണ്ട്. പ്രിയപ്പെട്ടവരെ, ഒരു ക്രൈസ്തവ ജീവിതത്തിൽ നമുക്കുണ്ടാകേണ്ടത് വീണ്ടും വീണ്ടും പരാജയങ്ങളിലും പതറാതെ വല കഴുകുവാനുള്ള ഒരു ധൈര്യമാണ്. ഇതാണ് പ്രാർത്ഥനയുടെ ലഭ്യമാകേണ്ടത്. വർദ്ധിച്ചു വരുന്ന ആത്മഹത്യകളെക്കുറിച്ച് സഭയും സമൂഹവും ഒരുപോലെ വ്യാകുലപ്പെടുന്ന സന്ദർഭമായത്. കേരളം ഒരു ആത്മഹത്യയുടെ മുനമ്പായി മാറുന്നുവോ എന്ന് പോലും സംശയിക്കേണ്ടിയിരിക്കുന്നു. 1.5 മാസം മുമ്പ് ഒരു 15 വയസ്സുകാരനും അമ്മയും കൗൺസിലിങ്ങിന് വന്നു. എക്സ്കർഷന് പോകണ്ട എന്ന് പറഞ്ഞ ഒറ്റ കാരണം കൊണ്ട് ഞരമ്പ് മുറിച്ച് ആത്മഹത്യക്ക് ശ്രമിച്ച ഒരു കൗമാരക്കാരൻ. എന്തേ നമുക്ക് പറ്റുന്നത്? വിശ്വാസവും പ്രാർത്ഥനയും ഒക്കെ ഒരു ഭാഗത്ത് അങ്ങനെ വർദ്ധിക്കുമ്പോൾ ഇപ്പുറത്തെന്തേ ആത്മഹത്യ വർദ്ധിക്കുന്നു? ഞാൻ പറഞ്ഞു വരുന്നത് ചില സങ്കടങ്ങളിൽ, ചില ഇല്ലായ്മകളിൽ അതിനപ്പുറത്ത് കാണുവാനുള്ള കണ്ണില്ലാതെ പോകുന്നത് കൊണ്ടാണ്. ഒരിക്കൽ ഒരു 3 വയസ്സുകാരൻ പോളിയോ ബാധിച്ച് തളർന്ന ഒരു 3 വയസ്സുകാരനെ ഒരു 9 വയസ്സുള്ള അവൻ്റെ സഹോദരൻ ചുമലിലെടുത്ത് വളരെ പ്രയാസപ്പെട്ട് ഇങ്ങനെ നടന്നു പോവുകയാണ്. അത് കണ്ടപ്പോൾ ഒരാൾ ചോദിച്ചു, വലിയ ഭാരമാണല്ലേ മകനെ? ആരോടാ? നടന്നു പോയ 9കാരനോട്. അവൻ പറഞ്ഞു, എനിക്കൊരു ഭാരവുമില്ല, എൻ്റെ തോളത്തിരിക്കുന്നത് എൻ്റെ അനുജനാണ്, അതുകൊണ്ട് എനിക്ക് ഭാരമില്ല. ഇതിൻ്റെ പേര് ദർശനം. അതൊരു ഭാരമായി, സങ്കടമായി, തകർച്ചയായി കാണാതെ എൻ്റെ അനുജനെ ഞാൻ ചുമക്കുന്നത് കൊണ്ട് എനിക്ക് ഭാരമില്ല എന്ന് പറഞ്ഞു 9 വയസ്സുകാരൻ്റെ പേര് അവനാണ് വിശ്വാസി. വിശ്വാസിക്ക് 2 ഗുണങ്ങൾ കൂടി വേണമെന്ന് പൗലോസ് ശ്ലീഹ ഓർപ്പിക്കുന്നത്. വിശ്വാസം എന്നത് ആശിക്കുന്നതിൻ്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയമാണ്. കാണാത്ത കാര്യങ്ങൾ എന്നൊക്കെ പറഞ്ഞാൽ ഞങ്ങളുടെയൊക്കെ ട്രെയിനിങ് ഭാഷയിൽ ഞങ്ങൾ പറയും വിഷ്വലൈസേഷൻ എന്നൊക്കെ പറയും. കാണാത്ത ചില കാണുവാനുള്ള കണ്ണുണ്ടാവുക. നമ്മുടെ കണ്ണുകൾക്ക് സംഭവിച്ചത് കാണുന്നതിൽ മാത്രം നമ്മുടെ കണ്ണ് ഇങ്ങനെ പെട്ടുപോവുകയാണ്. കാണുന്നതിനപ്പുറത്ത് കാണുവാനുള്ള ഒരു മനസ്സുണ്ടാവുക. അങ്ങനെയൊക്കെ ജീവിതത്തിൽ ചിലതുണ്ടാകുമ്പോൾ അത് മാറുമെന്നുള്ള ഉറപ്പുണ്ടാവുക. അബ്ദുൽ കലാം അയാളുടെ ജീവിത കഥയിൽ അതിമനോഹരമായി പറയുന്നുണ്ട്. ഒരിക്കൽ അദ്ദേഹത്തിൻ്റെ ഗുരു വിക്രം സാരാഭായ് ക്ലാസ്സിൽ ചോദിച്ചു, എന്തുകൊണ്ടാണ് വണ്ടുകൾ പറക്കുന്നത്? അക്കോർഡിംഗ് ടു എയറോഡൈനാമിക്സ് തിയറി എ ബീറ്റിൽ കനോട്ട് ഫ്ലൈ. ഒരിക്കലും പറക്കാൻ പറ്റാത്തൊരു ജീവിയാണ് വണ്ട്. കാരണം അതൊരു സ്ട്രീം ലൈൻഡ് അല്ല. പറക്കുന്ന ജീവികളെ പോലെ ശരീരത്തിന് ഭാരം കുറവും വലിയ ചിറകുകളും വണ്ടിനില്ല. പക്ഷെ എന്നിട്ടും വണ്ട് പറക്കുന്നു. വായു ചലന സിദ്ധാന്തം അനുസരിച്ച് പറക്കാൻ ഒരു സാധ്യതയുമില്ലാത്ത വണ്ട് എന്തുകൊണ്ട് പറക്കുന്നു എന്ന് ചോദിച്ചു. ഇത്രയേ ഉള്ളൂ പോലും. എന്താണ്? ഒരു സുപ്രഭാതത്തിൽ വണ്ട് പറക്കണം തീരുമാനിച്ചു, വണ്ട് അങ്ങോട്ടോ പറന്നു. ഇത്ര അസാധാരണമായ അപാരമായ സങ്കടങ്ങളെയും പ്രതിസന്ധികളെയും രോഗങ്ങളെയും സകലത്തെയും അതിജീവിക്കുവാനുള്ള അതിജീവനത്തിൻ്റെ ചില മന്ത്രങ്ങൾ കൂടി, ശക്തി കൂടി ദൈവം നമുക്ക് തന്നിട്ടാണ് ദൈവം നമ്മളെ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടത്. അതുകൊണ്ട് ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ആത്മഹത്യയെക്കുറിച്ച് ചിന്തിക്കാത്ത ആരും ഉണ്ടാകില്ല എന്ന മനഃശാസ്ത്രം പറയുന്നത്. നിങ്ങൾ ഇതുവരെ ചിന്തിച്ചിട്ടില്ലെങ്കിൽ പേടിക്കണ്ട, എപ്പോഴെങ്കിലുമൊക്കെ ഒന്ന് ആത്മഹത്യ ചെയ്യാൻ തോന്നും. പക്ഷെ അപ്പോഴും നമ്മെ പിടിച്ചു നിർത്താൻ കഴിയുന്ന ഒന്ന്, തകർന്നു പോകുമ്പോഴും തളർന്നു പോകുമ്പോഴും ഒക്കെ വീണ്ടും ഒരു പിടിച്ചു നിൽക്കുവാനുള്ള ഒരു ചെറിയ എന്താ പറയുക പുൽനാമ്പ്, അതിൻ്റെ പേരാണ് വിശ്വാസം. അതുകൊണ്ടാണ് പത്രോസ് ഗന്നേസരേത്തിൻ്റെ പടകിലിരുന്നു കൊണ്ട് വല കഴുകാൻ അയാളെ പ്രേരിപ്പിച്ചത്. ഇന്ന് പരാജയപ്പെട്ടെങ്കിൽ സാരമില്ല, ഞാൻ ഇനിയും പരിശ്രമിക്കും എന്നുള്ള മനോഭാവമാണ്. അതുകൊണ്ടായിരിക്കാം ഒരു പക്ഷേ ഒരുപാട് പടകുകളുണ്ടായിട്ടും പത്രോസിൻ്റെ പടകിലേക്ക് ക്രിസ്തു കാലെടുത്ത് വെക്കാനുള്ള കാരണവും അത് തന്നെ ആയിരിക്കാം. ഞാൻ ഇതുമായി ബന്ധപ്പെട്ട് ഒരു ചെറിയ വർത്തമാനകാല സംഭവം നിങ്ങളുമായി പങ്കുവെക്കാൻ ആഗ്രഹിക്കുകയാണ്. അത് നിങ്ങളുടെ വിശ്വാസം വർദ്ധിക്കും എന്നുള്ള ചിന്തയിലാണ്. ഇത് 1989-90 കാലഘട്ടങ്ങളിൽ
പത്തനംതിട്ടയിലെ കാത്തലിക്കറ്റ് കോളേജിൽ പ്രീ ഡിഗ്രിക്ക് പഠിച്ചൊരു പെൺകുട്ടി ഉണ്ടായിരുന്നു. പ്രീ ഡിഗ്രിയുടെ പകുതി പരീക്ഷ എഴുതി കഴിഞ്ഞപ്പോൾ ഈ പെൺകുട്ടിക്ക് പെട്ടെന്ന് അസുഖം വന്നു. ഡയഗ്നോസ് ചെയ്തപ്പോൾ അത് തിരിച്ചറിഞ്ഞു ക്യാൻസറാണ് എന്ന് മനസ്സിലായി. 17 വയസ്സിൽ ക്യാൻസർ സെക്കൻഡറി സ്റ്റേജിലായി പോയിരുന്നു. അതുകൊണ്ട് തന്നെ ഈ 17 വയസ്സുകാരിയുടെ റൈറ്റ് ഓവറി മുറിച്ചു മാറ്റി. പത്തനംതിട്ടയിൽ നിന്ന് ഈ പെൺകുട്ടിയെ തിരുവനന്തപുരത്ത് RCCയിൽ അഡ്മിറ്റ് ചെയ്തു. 12 കോഴ്സ് കീമോതെറാപ്പി. ഒരു 17 വയസ്സുകാരി പുരികം കൊഴിഞ്ഞ് മുടി കൊഴിഞ്ഞ് വിറങ്ങിലിച്ചൊരു വിറക് കൊള്ളി പോലെ ഒരു 16 കിലോ തൂക്കത്തിൽ മരണം കാത്ത് കിടക്കുന്ന ഒരു കുട്ടിയുടെ ചിത്രം നിങ്ങൾ മനസ്സിൽ ഓർത്തെടുക്കുക. പിന്നീട് റേഡിയേഷൻ തുടങ്ങണമെങ്കിൽ ഒരു 15 ദിവസത്തെ ഗ്യാപ്പുണ്ട്. അപ്പോൾ ഈ പെൺകുട്ടിയും അമ്മയും തിരിച്ച് പത്തനംതിട്ടയിലേക്ക് വന്നു. പത്തനംതിട്ട സെൻറ്റ് ഗ്രിഗോറിയോസ് നന്നുവക്കാട് ഓർത്തഡോക്സ് ഇടവക അംഗമായിരുന്നു ആ പെൺകുട്ടി. സൺഡേ സ്കൂളിലൊക്കെ വളരെ സജീവമായി പ്രവർത്തിച്ചൊരു പെൺകുട്ടിയായിരുന്നതുകൊണ്ട് ഒരുപാട് പേര് ഈ പെൺകുട്ടിയെ കാണാനും പ്രാർത്ഥിക്കാനൊക്കെ വന്ന് വീട്ടിൽ വന്നപ്പോൾ തൈലാഭിഷേക ശുശ്രൂഷ നടത്തി വിശുദ്ധ കുർബാന അനുഭവിച്ച് മരണം കാത്ത് കിടക്കുന്ന ഒരു പെൺകുട്ടി. അവളെ കാണാനും പ്രാർത്ഥിക്കാനും വന്നവരിൽ 90% പ്രാർത്ഥിച്ചത് ദൈവമേ ഇതിനെ ഇങ്ങനെ കിടത്താതെ അങ്ങോട്ട് വിളിക്കണമെന്ന്. ആ കിടപ്പ് കണ്ടാൽ അങ്ങനെ പ്രാർത്ഥിക്കും. ഈ മകളെ 10ാം ക്ലാസ്സിൽ ഈ പെൺകുട്ടി പഠിച്ചത് മർത്തോമ ഹൈസ്കൂളിലെ പത്തനംതിട്ടയിൽ. അവിടെ ആ മോളെ പഠിപ്പിച്ച 2 മർത്തോമക്കാരായ 2 ടീച്ചേഴ്സും പ്രാർത്ഥിക്കാൻ വന്നു. അവർ പ്രാർത്ഥിച്ചപ്പോൾ ഈ മോളോട് പറഞ്ഞു, നീ കിടക്കുന്ന കിടപ്പിൽ ഒരു ക്രിസ്തുവിൻ്റെ ചിത്രമുണ്ട്, മോൾ ആ പിക്ചറിലേക്ക് നോക്ക്, ഞങ്ങൾ പ്രാർത്ഥിക്കാമെന്നൊക്കെ പറഞ്ഞു സമാധാനിപ്പിക്കാൻ വേണ്ടി. വലിയ പ്രാർത്ഥനയൊന്നും അവർ നടത്തിയില്ല. ഏകദേശം അവരിങ്ങനെ പ്രാർത്ഥിച്ചു, ദൈവമേ നിനക്ക് മനസ്സുണ്ടെങ്കിൽ നിന്റെ തിരിഹിതമെങ്കിൽ നിനക്ക് മകളെ തൊട്ട് സൗഖ്യമാക്കാൻ പറ്റും. പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ മോള് പറഞ്ഞു, ടീച്ചർ എന്നെ യേശു തൊട്ടു എന്നൊക്കെ ഒരു 17 വയസ്സുകാരി ഒരു ജൽപ്പനം പോലെ പറഞ്ഞപ്പോൾ കൂടി നിന്നവർ കണ്ടു നിന്നവർ ഒക്കെ ഓർത്തഡോക്സുകാരായതുകൊണ്ട് അവർ പറഞ്ഞു, യേശു തൊട്ടോ? ഇത്രയും നേരം ഈ പെൺകുട്ടിക്ക് ഓവറിക്ക് ക്യാൻസർ ഉണ്ടായിരുന്നുള്ളൂ, ഇപ്പോൾ അതിന് ബുദ്ധിക്ക് പ്രശ്നം വന്നു, അതാ ഇങ്ങനെ പറയാൻ കാരണം. മാത്രമല്ല പെൺകുട്ടി പറഞ്ഞു 15 ദിവസത്തിന് ശേഷം ആദ്യമായി പറഞ്ഞു, എനിക്ക് കുടിക്കാൻ അല്പം കഞ്ഞിവെള്ളം ചോദിച്ചു. അപ്പോൾ പ്രായമുള്ളവർ ഉറപ്പിച്ചു, ഇത് കെടാൻ പോകുന്നതിന് മുമ്പുള്ള ആളിക്കത്തല, ഇനി ആരെങ്കിലും വിവരം അറിയിക്കാനുണ്ടെങ്കിൽ അറിയിച്ചോളാൻ പറഞ്ഞു. പക്ഷേ മനുഷ്യൻ്റെ ബുദ്ധിയെയും മനുഷ്യൻ്റെ പരിമിതിയെയും ഒക്കെ അതിജീവിച്ചുകൊണ്ട് ഈ പെൺകുട്ടിക്ക് വലിയ മാറ്റം ഉണ്ടായി. മാറ്റം കണ്ടപ്പോൾ ജനങ്ങൾ വീണ്ടും പറഞ്ഞു, ഇത്രയും മാറ്റം വന്ന സ്ഥിതിക്ക് ബാക്കി ചികിത്സ കൂടി തുടരുന്നതല്ലേ ബുദ്ധി, അതല്ലേ യുക്തി എന്ന് ചോദിച്ചു. കൂടെ ചേർത്ത് 2 കാര്യം പറയാൻ ഇതിൻ്റെ കൂടെ പറഞ്ഞാൽ ഇത് വ്യക്തമാകൂ. ഒന്ന്, ഈ പ്രാർത്ഥിച്ച പെൺകുട്ടിയുടെ നന്മ കൊണ്ട്, ഈ രോഗിയായി കിടന്ന പെൺകുട്ടിയുടെ നന്മ കൊണ്ടല്ല, പ്രാർത്ഥിച്ച അധ്യാപികമാരുടെ നന്മ കൊണ്ടുമല്ല, നമുക്കൊരിക്കലും വിവരിക്കുവാനും വർണ്ണിക്കുവാനും വ്യാഖ്യാനിക്കുവാനും പറ്റാത്ത ദൈവത്തിൻ്റെ കൃപ എന്ന് പറയുന്ന 2 അക്ഷരം കൊണ്ട് ഈ പെൺകുട്ടിക്ക് അസാമാന്യമായ മാറ്റമുണ്ടായി. വീണ്ടും എല്ലാവരുടെയും നിർബന്ധം കൊണ്ട് പെൺകുട്ടിയെ തിരുവനന്തപുരത്ത് വീണ്ടും അഡ്മിറ്റ് ചെയ്തു. യാത്രയിലൊക്കെയും ഈ പെൺകുട്ടി പറഞ്ഞു, എന്നെ തൊട്ടത് യേശുവാണെങ്കിൽ എനിക്ക് ഈ ചികിത്സ വേണ്ടാന്നൊക്കെ പറഞ്ഞു. പക്ഷെ ആരും സമ്മതിച്ചില്ല. പക്ഷേ RCCയിലെത്തി ചികിത്സ തുടങ്ങുന്നതിന് മുമ്പ് സ്ഥിരമായി രോഗിണിയായിരുന്നപ്പോൾ ഈ പെൺകുട്ടിയെ സന്ദർശിച്ച ഒരു ഡോക്ടറുണ്ട്, CSI-കാരനാണ്, രാജൻ എന്ന അദ്ദേഹത്തിൻ്റെ പേര്. ആ ഡോക്ടറോട് ഈ മോളുണ്ടായ എല്ലാ കാര്യങ്ങളും തുറന്നു പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, സാർ പ്ലീസ് എന്നെ ചികിത്സിക്കാതെ തിരിച്ചയക്കണം, ചികിത്സിച്ചാലും സൗഖ്യമുണ്ടാകുമെന്ന് ഉറപ്പില്ലാത്തത് കൊണ്ട് എന്നെ വെറുതെ തിരിച്ചയക്കണമെന്ന് പറഞ്ഞു. പക്ഷെ അതിന് കുറേ മെഡിക്കൽ എത്തിക്സൊക്കെ ആവശ്യമാണ്. എന്തൊക്കെയാണെങ്കിലും ഒരു ചികിത്സയും നടത്താതെ സ്വന്തം റിസ്കിൽ എഴുതി കൊടുത്ത് അമ്മയും മകളും തിരിച്ച് പത്തനംതിട്ടയിലേക്ക് വന്നു. പെൺകുട്ടി എന്ന് രക്ഷപ്പെട്ടു. ഒരു സമൂഹം മുഴുവൻ അത്ഭുതത്തോടു കൂടി പെൺകുട്ടിയുടെ സൗഖ്യത്തെ നോക്കിക്കണ്ടു. പെൺകുട്ടി വളർന്നു, പിന്നീട് പഠിച്ചു, MSc B.Ed ഒക്കെ ചെയ്തു. ഒരു 27-28 വയസ്സായി. അപ്പോൾ ജനങ്ങൾ തിരിച്ചു പറഞ്ഞു, രക്ഷപ്പെട്ടിട്ട് എന്താ കാര്യം? കാരണം എന്താ, 2 ഓവറിയുള്ള പെൺകുട്ടികളെ കെട്ടാൻ, ആളെ കിട്ടാൻ ക്ഷാമമുള്ള ഈ കാലഘട്ടത്ത് ക്യാൻസർ വന്ന്, സെക്കൻഡറി സ്റ്റേജിൽ ക്യാൻസർ വന്ന് ഒരു ഓവറി പോയ പെൺകുട്ടി ആര് കെട്ടാനാണ്? ഇനി ഏതെങ്കിലും വിഡ്ഢി വന്ന് കെട്ടിയാൽ പോലും ഈ പെൺകുട്ടിക്ക് കുട്ടികളുണ്ടാകാനുള്ള സാധ്യത വളരെ കുറവാണ്. ഞാൻ ആ സംഭവം ഇങ്ങനെ അവസാനിപ്പിക്കട്ടെ. ആ പെൺകുട്ടി ഇന്നും ജീവിച്ചിരിക്കുന്നു. ആ പെൺകുട്ടി വിവാഹിതയാണ്. ആ പെൺകുട്ടിക്ക് 2 ആൺകുട്ടികളുമുണ്ട്. ഇത്രയും വ്യക്തമായ ആ പെൺകുട്ടിയെക്കുറിച്ച് ഞാൻ പറയാൻ കാരണം, ആ പെൺകുട്ടി എൻ്റെ ഭാര്യ ആയതുകൊണ്ടാണ്. ഞാൻ പറഞ്ഞത് ഗന്നേസരത്തിൻ്റെ തടാകത്തിൻ്റെ കരയിൽ മാത്രമല്ല, ഈ കർത്താവിനെ എവിടെയും നമുക്ക് കണ്ടുമുട്ടാം.
നമ്മുടെ സങ്കടങ്ങളിലേക്ക്, നമ്മുടെ രോഗങ്ങളിലേക്ക്, നമ്മുടെ പ്രശ്നങ്ങളിലേക്ക്, നമ്മുടെ ആവശ്യങ്ങളിലേക്ക്, നമ്മുടെ സ്വപ്നങ്ങളിലേക്ക്, നമ്മുടെ തകർച്ചകളിലേക്കൊക്കെ ഇങ്ങനെ കാലെടുത്ത് വെക്കാൻ വെമ്പൽ കൊള്ളുന്ന ഒരു ക്രിസ്തുവിനെ തിരിച്ചറിയുന്ന തിരിച്ചറിവിൻ്റെ മുഹൂർത്തങ്ങളാണ് ധ്യാനം എന്നൊക്കെ പറയുന്നത്. അത് തിരിച്ചറിയുമ്പോൾ അതൊരു ബോധനമാണ്. ആ തിരിച്ചറിവ് ജീവിതത്തെ ആകമാനം മറച്ചു കളയുന്നതാണ്. ജീവിക്കാൻ പ്രേരിപ്പിക്കുന്ന പ്രേരക ശക്തിയായി മാറേണ്ടതും അതാണ് എന്ന് ഓർപ്പിച്ചുകൊണ്ട് ഒരു നിമിഷം കണ്ണുകളെ അടയ്ക്കാം. നമുക്ക് കേട്ട ചിന്തകളെ ഒരു ചെറിയ പ്രാർത്ഥനയാക്കി രൂപാന്തരപ്പെടും. നമുക്ക് യേശുവിനോട് മാപ്പ് ചോദിക്കാം. എന്തിനാ കർത്താവിനോട് മാപ്പ് ചോദിക്കേണ്ടത്? ചിലപ്പോഴൊക്കെ നാം ആത്മഹത്യയെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ട്. ചിലപ്പോഴെങ്കിലും ഒന്നും ശരിയാകില്ല എന്ന് നമ്മൾ ഓർത്തു പോയിട്ടുണ്ട്. ചില സങ്കടങ്ങളുടെ, ചില രോഗങ്ങളുടെ, ചില ഒറ്റപ്പെടലുകളുടെ, ചില തകർച്ചകളുടെ മുമ്പിൽ നാം പകച്ചു പോയിട്ടുണ്ട്. നമുക്ക് ഈ നല്ല പ്രഭാതത്തിൽ പ്രാർത്ഥിക്കാം. കർത്താവെ, തകരാതെ തളരാതെ വീണ്ടും വല കഴുകാൻ, വീണ്ടും ജീവിക്കാൻ, വീണ്ടും പരിശ്രമിക്കാൻ നീ ഞങ്ങളെ സഹായിക്കണമേ. ഇന്നീ പകലിൽ അങ്ങയുടെ സന്നിധിയിലായിരിക്കുന്ന മക്കളോട് കരുണ ചെയ്യണമേ. വിശ്വാസത്തിൻ്റെ ധൈര്യം കൊടുത്ത് നിൻ്റെ മക്കളെ പറഞ്ഞയക്കണമേ. ആയിരിക്കുന്ന സ്ഥലങ്ങളിൽ, ഏൽപ്പിച്ച ദൗത്യങ്ങളിൽ മറക്കാതെ മടുക്കാതിരിക്കാൻ നിൻ്റെ മക്കളോട് ഹൃദയപൂർവ്വം അങ്ങ് സംസാരിക്കണമേ. എത്രയോ കാലങ്ങളായി ഈ ദേവാലയത്തിൽ സങ്കടങ്ങളായി, കണ്ണുനീരിൻ്റെ അർച്ചനകളായി ഇവിടെ പ്രാർത്ഥിക്കുന്ന ഈ മക്കൾക്ക് ധൈര്യത്തിൻ്റെ, പ്രത്യാശയുടെ, സൗഖ്യത്തിൻ്റെ വചനം നൽകാൻ അങ്ങ് മനസ്സുണ്ടാകണമേ എന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കാം. കണ്ണുകളെ തുറക്കാം. യേശു കാലെടുത്ത് വെച്ചു പത്രോസിൻ്റെ പടകിലേക്ക്. അതിമനോഹരമായി വേദവായന ഭാഗം കേട്ടോ. യേശു കാലെടുത്ത് വെച്ച് കഴിഞ്ഞപ്പോൾ, കാലെടുത്ത് വെക്കുന്നതിന് മുമ്പ് യേശു പറഞ്ഞു, എന്തു പറഞ്ഞു? ഈ പടക് അല്പം അല്പം നീക്കണം. എന്താ ഈ പടക് നീക്കുക എന്നൊക്കെ പറഞ്ഞാൽ? ഞാനതിനിങ്ങനെ വ്യാഖ്യാനിച്ചോട്ടെ. ഈ പടക് നീക്കുക എന്നെല്ലാം പറഞ്ഞാൽ കേവലം ഒരു വള്ളത്തിൻ്റെ സ്ഥാനചലനമല്ല, പിന്നെയോ പടക് മനോഭാവമാണ്. ഞാൻ ആദ്യമേ പറഞ്ഞു. പത്രോസ് എന്ന് പറയുന്ന വ്യക്തിയുടെ ജീവിതത്തിൻ്റെ മനോഭാവത്തിനാണ് മാറ്റം വന്നത്. സത്യത്തിൽ ക്രൈസ്തവ ആധ്യാത്മികത എന്ന് പറയുന്നത് ആഴത്തിൽ അകത്ത് നടക്കുന്ന മനോഭാവത്തിൻ്റെ വ്യതിയാനമാണ് മാനസാന്തരം. അതിൻ്റെ പേരാണ് പുതിയ ആകാശം. മനോഭാവം മാറുമ്പോൾ ഭൂമി മാറും, മനോഭാവം മാറുമ്പോൾ ആകാശം മാറും, ആകാശവും ഭൂമിയും മാറി പുതിയ മനുഷ്യനും പുതിയ സൃഷ്ടിയുമൊക്കെയാകുന്ന അതിമനോഹരമായ ബൈബിളിൻ്റെ സൗന്ദര്യാത്മക ഭാഷ എന്ന് പറയുന്നത് ഈ അകത്ത മനസ്സിൻ്റെ മാറ്റമാണ്. എന്താ പത്രോസ് എന്ന് പറയുന്ന മനുഷ്യൻ്റെ മനസ്സിന് ക്രിസ്തു പ്രവേശിച്ചപ്പോഴുണ്ടായ മാറ്റം? ഒന്നാമത്തെ മാറ്റം നമ്മെ അതിശയിപ്പിക്കും. ഞാൻ അതുമായി ബന്ധപ്പെട്ട് 4-5 വാക്യങ്ങൾ ഇങ്ങനെ വായിക്കാം. ആ പടകുകളിൽ ശീമോനുള്ളതായ ഒന്നിൽ അവൻ കയറി കരയിൽ നിന്നും അല്പം നീക്കണം എന്ന് അവനോട് അപേക്ഷിച്ചു. അങ്ങനെ പടകിലിരുന്ന് പുരുഷാരത്തെ ഉപദേശിച്ചു. സംസാരിച്ച് തീർന്നപ്പോൾ അവൻ ശീമോനോട് ആഴത്തിലേക്ക് നീക്കി മീൻപിടുത്തത്തിന് വലയിറക്കുവിനെന്ന് പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, ചിലപ്പോഴൊക്കെ വായിക്കുമ്പോൾ ഈ വേദവായന ഭാഗം എൻ്റെ കണ്ണ് നിറച്ചിട്ടുണ്ട്. കാരണം നിങ്ങളിങ്ങനെ സങ്കല്പിച്ച് യേശു പത്രോസിൻ്റെ പടകിൽ അവിടെ ഇരുന്ന് തൻ്റെ പിന്നാലെ വന്ന പുരുഷാരത്തോട് കർത്താവ് സംസാരിച്ചു. എല്ലാം കേട്ട് പുരുഷാരവും ഇരുന്നു, പത്രോസും ഇരുന്നു. അതൊക്കെ കേട്ടിരിക്കുമ്പോഴും പത്രോസിൻ്റെ ഉള്ളിൽ തീയാണ്. എന്താ അതിൻ്റെ കാരണം? ഒന്നും പിടിക്കാത്ത ഒരു രാത്രിയിൽ ഞാനെങ്ങനെ തിരിച്ച് എൻ്റെ വീട്ടിലേക്ക് പോകും? മറ്റാരും കാണാത്ത മനസ്സിൻ്റെ സംഘർഷങ്ങൾ അടിയിലൊതുക്കി പത്രോസും വചനമൊക്കെ ഇങ്ങനെ കേട്ടിരുന്നു. ഉപദേശിച്ച് തീർന്നപ്പോൾ യേശു പറഞ്ഞു, എന്തു പറഞ്ഞു? ആഴത്തിലേക്ക് നോക്കി മത്സ്യബന്ധനത്തിന് വലയിറക്കുവിൻ എന്ന് പറഞ്ഞാൽ എന്താ? പത്രോസ് ഒന്നും ചോദിച്ചില്ല. കർത്താവേ, എനിക്ക് മീൻ പിടിച്ചു തരണമെന്ന് പറഞ്ഞില്ല, ഞാൻ പരാജയപ്പെട്ടവനാണെന്ന് പറഞ്ഞില്ല, എന്നെ ഒന്ന് രക്ഷിക്കണമേ എന്ന് പറഞ്ഞില്ല. ഒരാവശ്യങ്ങളും ഒരാഗ്രഹങ്ങളും ഒന്നും ചോദിക്കാതെ യേശു പത്രോസിൻ്റെ പ്രശ്നങ്ങൾ ഏറ്റെടുത്തു, മുൻകൈ എടുക്കുകയാണ്. ഇത് മനോഭാവത്തിൻ്റെ മാറ്റമാണ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ബിക്കേം എ ലൈഫ് ഓഫ് നോ ഡിമാൻഡ്സ്. ഒന്നും ആവശ്യപ്പെടാത്ത ജീവിതമായി പത്രോസിൻ്റെ ജീവിതം മാറി. ആധുനിക ആധ്യാത്മികതയിലെ ഇന്നത്തെ ഒരു കുഴപ്പം ആവശ്യപ്പെടലുകൾ അല്ലേ? ദൈവത്തിൻ്റെ മുമ്പിൽ ഇങ്ങനെ നീണ്ട ആപ്ലിക്കേഷൻ കൊടുക്കല പലതിൻ്റെയും പേരിൽ. യേശുവിനോട് ഒന്നും ചോദിച്ചില്ല പത്രോസ്.
ഒന്നും ചോദിക്കാതെ പത്രോസിൻ്റെ പ്രശ്നം യേശു ഏറ്റെടുത്തു. എനിക്ക് തോന്നുന്നു അതുകൊണ്ടൊക്കെ ആയിരിക്കണം പിൽക്കാലത്ത് അതിമനോഹരമായൊരു വാക്യം പത്രോസിൻ്റെ ഹൃദയത്തിൽ നിന്ന് ഉറവ പൊട്ടി. എന്താണത്? അവൻ നിങ്ങളെക്കുറിച്ച് കരുതുന്നതാകയാൽ നിങ്ങളുടെ സകല ചിന്താകുലങ്ങളും എൻ്റെ മേലിട്ടുകൊള്ളുക. ഒരിക്കൽ ഈ പടകിലിരുന്ന് പത്രോസിൻ്റെ സകല ചിന്താകുലങ്ങളും യേശു ഏറ്റെടുത്ത ഓർമ്മയിൽ നിന്നായിരിക്കണം ഒരു പക്ഷേ പിൽക്കാലത്ത് പത്രോസ് ഈ വരികൾ ഇങ്ങനെ എന്താ പറയുക, രക്തത്തിൽ ചാലിച്ചിങ്ങനെ എഴുതി വെച്ചത്. എനിക്ക് തോന്നുന്നു നമുക്കൊക്കെ ജീവിതത്തിൽ ചില വാക്യങ്ങളുണ്ടാകും, നമ്മളെ തൊട്ട ചില വാക്യങ്ങളുണ്ടാകും, നമ്മളിങ്ങനെ പിടിച്ചുള്ള ചില വാക്യങ്ങളുണ്ടാകും. വചനം എന്ന് പറയുന്നത് ചില സങ്കടങ്ങളിൽ, ചില രോഗങ്ങളിൽ സാന്ത്വനമായി സൗഖ്യമായി വന്ന് അവതരിക്കുന്ന വചനമായത്. ഒന്നും ചോദിച്ചില്ല പത്രോസ് ഒന്നും ചോദിക്കാതെ പത്രോസിനോട് യേശു പറഞ്ഞു. പത്രോസിൻ്റെ പ്രശ്നം യേശു ഏറ്റെടുത്തു. ഇതിനെക്കുറിച്ച് കാവ്യാത്മകമായി ഇങ്ങനെ ഒരു വ്യാഖ്യാനം പോലുമുണ്ട്. പത്രോസും യേശുവും തമ്മിൽ നടത്തിയ സംഭാഷണം, അഥവാ ഈ പടകിലിരുന്ന് ക്രിസ്തു പുരുഷാരത്തോട് ചെയ്ത മുഴുവൻ ഉപദേശങ്ങളും ഈ കായലിൻ്റെ അടിയിലുണ്ടായിരുന്ന മത്സ്യങ്ങൾ കേട്ടുപോലും. ഭാവനയാണ്. അങ്ങനെ മത്സ്യങ്ങൾ വളരെ മനോഹരമായി ഈ സംഭാഷണം മുഴുവൻ കേട്ട് കഴിഞ്ഞപ്പോൾ ആ മത്സ്യങ്ങളുടെ കൂട്ടത്തിലെ തലവൻ ആ മത്സ്യങ്ങളുടെ ഒരു മീറ്റിംഗ് വിളിച്ചു. എന്നിട്ട് കൊച്ചു മത്സ്യങ്ങളോടൊക്കെ പറഞ്ഞു, എടോ, നമ്മൾ എന്തായാലും എന്നെങ്കിലും ആരുടെയെങ്കിലുമൊക്കെ വലയിൽ അകപ്പെട്ട് ആരുടെയെങ്കിലുമൊക്കെ മേശകളിൽ ഭക്ഷണമായി അവതരിക്കേണ്ടവരാണ്. പക്ഷെ അതുകൊണ്ട് ഇവിടെ നോക്ക്, മറ്റൊരു മനുഷ്യൻ്റെ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി ഇത്ര ഹൃദയപൂർവമായി ഇടപെടുന്ന ഒരാൾ, അതുകൊണ്ട് നമുക്ക് സ്വമേധയാ ചെന്ന് വലയിൽ കയറാൻ പോലും. ഞാൻ പറഞ്ഞ് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് കരുതുന്നു. അതുകൊണ്ടാണ് ആഴത്തിലേക്ക് നോക്കി പത്രോസ് എന്ന് വലയെറിഞ്ഞപ്പോൾ ചരിത്രത്തിലാദ്യമായി മത്സ്യങ്ങൾ സ്വമേധയാ ചെന്ന് വലയിലേക്ക് ഓടിക്കയറുകയായിരുന്നു പോലും. നോക്കിയേ, ദൈവ സ്നേഹത്തിൻ്റെ മുമ്പിൽ ഒരു ജീവജാലങ്ങൾ സ്വയം എന്താ പറയുക, ആത്മഹത്യ ചെയ്യാനോ അല്ലെങ്കിൽ ആത്മാഹുതി ചെയ്യാനൊക്കെ തയ്യാറാകുന്ന ഒരു മാനസികാവസ്ഥ. പ്രിയപ്പെട്ടവരെ, ഒരു ആവശ്യപ്പെടലുകളും ഇല്ലാതെ മാറി. ഒരു പക്ഷേ ഈ നിലയത്തിൽ നിന്നുകൊണ്ട് പറയുമ്പോൾ അതുകൂടി പറയാതെ പോകുന്നത് അഭംഗിയാണ്. പരിമല തിരുമേനി അദ്ദേഹം കാണിച്ചു തന്ന ഒരു ആധ്യാത്മികതയുടെ മാതൃക എന്ന് പറയുന്നത് ആവശ്യപ്പെടലുകളുടെ, ചോദ്യങ്ങളുടെ, കണക്ക് പറച്ചിലുകളുടെ ആധ്യാത്മികതയല്ല. ഒരുപാട് സങ്കടങ്ങളുടെ, ഒരുപാട് ഇല്ലായ്മകളുടെ, ദാരിദ്ര്യത്തിനെല്ലാം നടുവിൽ മിണ്ടാതെ ഇരുന്ന് ദൈവം ആരാണെന്ന് ശരിക്കറിഞ്ഞ ഒരു പിതാവിൻ്റെ കബറിടത്തിലിരിക്കുമ്പോൾ നമ്മളൊക്കെ തിരിച്ചറിയേണ്ട ഒരു വാക്യമുണ്ട്. അത് സങ്കീർത്തനക്കാരൻ ഇങ്ങനെ പറയും, ബി സ്റ്റിൽ ആൻഡ് നോ ഐ ആം ഗോഡ്. നീ മിണ്ടാതിരുന്ന് ഞാൻ ദൈവമെന്ന് അറിയുക. എപ്പോഴെങ്കിലുമൊക്കെ സങ്കടങ്ങളിൽ, പ്രതിസന്ധികളിൽ ഒന്ന് മിണ്ടാതിരിക്കുക, ഒന്ന് മാറിയിരിക്കുക, ഒറ്റയ്ക്കായിരിക്കുന്ന മൗനത്തിൻ്റെ, ഒറ്റപ്പെടലിൻ്റെ നിമിഷങ്ങളിൽ നമുക്ക് ദൈവം ആരാണെന്ന് തിരിച്ചറിയും. ഒന്നും ചോദിക്കാതിരുന്നപ്പോഴും ഒന്നും ആവശ്യപ്പെടാതിരുന്നപ്പോഴും ക്രിസ്തു പത്രോസിൻ്റെ പ്രശ്നം ഏറ്റെടുത്തെങ്കിൽ എൻ്റെയും നിങ്ങളുടെയും ഒക്കെ ചില വലുതെന്ന് നമുക്ക് തോന്നുന്ന ചില പ്രശ്നങ്ങൾ ഏറ്റെടുക്കാൻ ഒന്നും ചോദിച്ചില്ലെങ്കിലും മകനെ മകളെ എന്ന് വിളിച്ച് ഏറ്റെടുക്കാൻ തയ്യാറായി നിൽക്കുന്ന ഒരു ക്രിസ്തുവിനെ തിരിച്ചറിയുക എന്നതാണ് ഈ ആശയത്തിൻ്റെ അർത്ഥം എന്ന് ഓർപ്പിച്ചുകൊണ്ട് അടുത്ത ആശയത്തിലേക്ക് ഞാൻ നിങ്ങളെ ശ്രദ്ധ ക്ഷണിക്കട്ടെ. അങ്ങനെ ആഴത്തിലേക്ക് നോക്കി മീൻപിടുത്തത്തിന് മലയേറിയാൻ പറയുകയാണ് യേശു. അപ്പോൾ പത്രോസ് പറഞ്ഞു, എന്തു പറഞ്ഞു? നാഥാ, രാത്രി മുഴുവനും അധ്വാനിച്ചിട്ടും ഒന്നും കിട്ടിയില്ല. ആ വാക്യവും ഞാൻ പറയും, അതും ഒരു മനോഭാവത്തിൻ്റെ പ്രതിഫലനമാണ്. എന്തുകൊണ്ടാണ് മത്സ്യം കിട്ടാതെ പോയത്? എന്താ പത്രോസിന് ഉത്തരം പറഞ്ഞത്? അറിയില്ല. രാത്രി മുഴുവൻ അധ്വാനിച്ച പക്ഷെ ഒന്നും കിട്ടിയില്ല. ഇതൊരു മനോഭാവമാണ്. ഞാൻ പറയും, ഇറ്റ് ബിക്കേം എ ലൈഫ് വിതൗട്ട് കംപ്ലൈൻറ്റ്സ്. ആരെക്കുറിച്ചും ഒരു പരാതിയും പത്രോസിനില്ല. ഉണ്ടോ? ദൈവം ജീവിതത്തിൽ ഇടപെട്ടാൽ നമ്മുടെ ജീവിതവും അങ്ങനെയാവും. എങ്ങനെ? ആരോടും പരിഭവം ഇല്ലാത്ത, ആരോടും പരാതിയില്ലാത്ത ജീവിതം. ഇന്ന് നമ്മുടെ കുഴപ്പം എന്താണ്? ഒരു പ്രതിസന്ധി ഉണ്ടായാൽ ഉടനെ നമ്മൾ ആരെ കുറ്റം പറയും? ഏറ്റവും അടുത്തവരെ. ബിക്കോസ് ഓഫ് യു. പത്രോസിന് വേണമെങ്കിൽ എന്ത് പറയാമായിരുന്നു? എൻ്റെ പൊന്നു കർത്താവേ, രാത്രി മുഴുവൻ വലിയെറിഞ്ഞതാ, പക്ഷേ ഒന്നും കിട്ടിയില്ല. കാരണം എന്താ? കൂടെയുള്ള യോഹന്നാൻ ശരിയായിരുന്നില്ല, യാക്കോബ് ശരിയായിരുന്നില്ല. കൂടെയുള്ള കൂട്ടാളികളുടെ കുഴപ്പം കൊണ്ടാണ് മത്സ്യം കിട്ടാതെ പോയത് എന്ന് വേണമെങ്കിൽ പറഞ്ഞ് പത്രോസിന് ഒഴിയാമായിരുന്നു.
എന്നിട്ടും പത്രോസ് പറഞ്ഞു, അധ്വാനിച്ചു നാഥ, പക്ഷെ ഒന്നും കിട്ടിയില്ല. ആരെയും കുറ്റപ്പെടുത്തുന്നില്ല. ഇന്ന് എനിക്ക് തോന്നുന്നു നല്ലൊരു ശതമാനം ആൾക്കാർ മലയാള മനോരമക്കാരെ കണ്ടാൽ തല്ലാനിരിക്കുക. എന്താ കാരണം? മലയാള മനോരമയിലെ ആഡ് കണ്ടിട്ടാണ് വിവാഹം നടത്തിയത്. വിവാഹം ശരിയായില്ല. കുഴപ്പം ആരുടെയാ? മനോരമയുടേതാ. കണക്കിന് മാർക്ക് കുറഞ്ഞ കുട്ടിയെ പോലെയാ. കുഴപ്പം ആരുടേതാ? ടീച്ചറുടേതാണ്. അല്ലെങ്കിൽ കുഴപ്പം കുട്ടികളുടേതാണ്. ജീവിതത്തിൽ തകരുമ്പോൾ, സങ്കടങ്ങളുണ്ടാകുമ്പോൾ, പ്രശ്നങ്ങളുണ്ടാകുമ്പോൾ നമ്മൾ ആരെയൊക്കെയോ കുറ്റപ്പെടുത്തുകയാണ്. ഏറ്റവും അടുത്തവരാണ് പ്രശ്നം. 26 വർഷമായിട്ടും സ്വന്തം പിതാവിനോട് ക്ഷമിക്കാൻ കഴിയാത്ത ഒരു സ്ത്രീയെ ഒരിക്കൽ ഞാൻ പരിചയപ്പെട്ടു. അവർ പറഞ്ഞ ഒറ്റ കാര്യം ഇതാണ്: മരിച്ചാലും ഞാൻ എൻ്റെ അപ്പന് മാപ്പ് കൊടുക്കില്ല. കാരണം എത്രയോ നല്ല കല്യാണാലോചനകൾ എനിക്ക് വന്നതാണ്, പക്ഷെ ഇപ്പോഴത്തെ കല്യാണം വേണ്ടാന്ന് ഞാൻ അപ്പനോട് 100 തവണ പറഞ്ഞതാണ്. അപ്പൻ സമ്മതിച്ചില്ല. കുഴിയിലായി സെമിത്തേരിയിൽ കിടക്കുന്ന അപ്പനോട് പൊറുക്കാൻ കഴിയാത്തൊരു മകൾ. ഞാൻ ചോദിക്കും നിങ്ങളോട്, നമ്മുടെയൊക്കെ ജീവിതത്തിലെ ചില പരാജയങ്ങൾ, അത് ഔദ്യോഗിക ജീവിതത്തിലാകാം, ബന്ധങ്ങളിലാകാം, അത് ഏത് രംഗത്തുമാകാം, നമ്മൾ ആരെങ്കിലും കുറ്റപ്പെടുത്തുന്നുവോ? അടുത്ത പ്രശ്നം വ്യക്തികളെ മാത്രമല്ല, പിന്നെയോ സാഹചര്യങ്ങളെ കുറ്റപ്പെടുത്തിക്കളയും നമ്മൾ. ഞാൻ ആലോചിക്കുകയാണ്, പത്രോസിന് വേണമെങ്കിൽ കർത്താവിനോട് പറയാമായിരുന്നു, കർത്താവേ, നിങ്ങൾ നന്നായി അധ്വാനിച്ചു കേട്ടോ, പക്ഷെ വല്ലാത്ത കാറ്റടിച്ചു അന്ന് രാത്രി, അതുകൊണ്ടൊന്നും കിട്ടിയില്ല. കായൽ ശരിയല്ല എന്ന് പറയാം, പിന്നെയോ വല ശരിയല്ല എന്ന് പറയാം, പിന്നെയോ പടക് ശരിയല്ല എന്ന് പറയാം. മത്സ്യബന്ധനത്തിൽ പരാജയപ്പെട്ടതിൻ്റെ കാരണം സാഹചര്യമാണെന്നും പറഞ്ഞു വേണമെങ്കിൽ പത്രോസിന് കൈ കഴുകാമായിരുന്നു. പത്രോസിൻ്റെ മനോഭാവത്തിലുണ്ടായ മാറ്റം അപ്പോഴും പരിഭവങ്ങളില്ല, ആരോടും കംപ്ലയിൻസ് ഇല്ല. നമ്മളൊക്കെ നമ്മുടെ ജീവിതത്തോട് ഒരു ചോദ്യം എപ്പോഴെങ്കിലും ചോദിക്കണം: എന്താ നമ്മുടെ അസ്വസ്ഥതയ്ക്ക് കാരണം? നിങ്ങൾ ഈ നിൽപ്പിൽ, ഈ ജീവിതത്തിൽ, ഇന്നത്തെ അവസ്ഥയിൽ നിങ്ങൾ അസംതൃപ്തരാണെങ്കിൽ അതിന് ഒരേ ഒരു കാരണം, നമ്മൾ ആരൊക്കെയോ പഴി പറഞ്ഞുകൊണ്ട് ആരൊക്കെയോ തരാത്തതിൻ്റെ പരാതികളുമായി ഇങ്ങനെ പോവുകയാണ്. ഞാൻ ഒരുപാട് പേരെ അങ്ങനെ കണ്ടിട്ടുണ്ട്. അച്ഛന്മാരൊന്നും തന്നില്ല, ബിഷപ്പുമാരൊന്നും തന്നില്ല, സഭയൊന്നും തന്നില്ല, സമൂഹമൊന്നും തന്നില്ല, ഭാര്യ തന്നില്ല, ഭർത്താവ് തന്നില്ല, മക്കൾ തന്നില്ല, അങ്ങനെ പരാതികളാണ്. എന്തെങ്കിലുമൊക്കെ നമ്മൾ അങ്ങോട്ട് കൊടുത്തുവോ? എനിക്ക് ഇന്നുള്ളതൊക്കെ ദൈവം തന്നതാണെന്നും ഇന്ന് എന്തെങ്കിലും തന്നില്ലെങ്കിൽ അത് ദൈവം തരാത്തത് കൊണ്ടാണെന്നും തിരിച്ചറിയുന്ന ഒരു മാനസികാവസ്ഥയിലേക്ക് വളരുമ്പോഴാണ് നമുക്ക് സംതൃപ്തി ഉണ്ടാവുക. അതൊരു മനോഭാവവുമായി ബന്ധപ്പെട്ട ഒരു കാര്യമാണ്. പണ്ട് 2 കഷണ്ടിയുള്ളവർ എന്നോട് ക്ഷമിക്കണം, ഞാനൊരു ചെറിയ കഥ പറഞ്ഞോട്ടെ. പണ്ട് 2 കഷണ്ടിയുള്ളവർ മുഖം കഴുകാൻ ഒരു കണ്ണാടിയുടെ മുമ്പിൽ നിന്നു. ഒന്നാമത്തെ ആള് കണ്ണാടിയിൽ നോക്കി ചിരിച്ചുകൊണ്ട് മുഖം കഴുകി, പോക്കറ്റിൽ നിന്ന് ചീപ്പെടുത്തു, എന്നിട്ട് ഇങ്ങനെ മുടി ചീവിക്കൊണ്ട് പറഞ്ഞു, വെരി ഗുഡ്, കഷണ്ടി വന്നത് നന്നായി. കാരണം എന്താ? ലിറ്റിൽ ഹെയർ ടു കോംബ്, കുറച്ച് മുടി ചീകിയാൽ മതിയല്ലോ. എത്ര ഈസിയായി, സന്തോഷവാനായി അദ്ദേഹം പോയി. തൊട്ടടുത്ത് നിന്ന് മറ്റൊരു കഷണ്ടിക്കാരൻ ഇതേപോലെ തന്നെ നിന്ന് കണ്ണാടിയിൽ നോക്കി മുഖം കഴുകിയിട്ട് പറഞ്ഞു, അതെ മുടി കുറച്ച് ചീകിയാൽ മതി, പക്ഷേ എന്തോ ഒരു മുഖം കഴുകണം. അയാൾ അസ്വസ്ഥനും ആദ്യത്തെയാൾ സ്വസ്ഥനുമായിരുന്നു. എന്താ കാരണം? ഒരേ മാനസികാവസ്ഥയിൽ, ഒരേ ജീവിതാവസ്ഥയിൽ 2 വ്യക്തികൾ അവരവർക്കുണ്ടായ ഒരു കാര്യത്തെക്കുറിച്ചുള്ള വ്യത്യസ്തമായ പ്രതികരണങ്ങളാണ് ഒരാളെ സന്തോഷവാനും മറ്റാളെ സങ്കടമുള്ള ആളും ആക്കിയത് എന്ന് ഓർപ്പിച്ചുകൊണ്ട് ഒരു നിമിഷം കൂടി കണ്ണുകളെ അടയ്ക്കാം. നമുക്ക് കേട്ട ചിന്തകളെ ഒരു ചെറിയ പ്രാർത്ഥനയാക്കി രൂപാന്തരപ്പെടുത്താം. ജീവിതത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള പരാജയങ്ങൾ നിങ്ങൾക്കുണ്ടായിട്ടുണ്ടോ? ചിലർ ബന്ധങ്ങളിൽ പരാജയപ്പെട്ടവരുണ്ടാകാം. കുടുംബ ജീവിത ബന്ധങ്ങളിൽ തകർച്ചകളുണ്ടായവർ, പ്രശ്നങ്ങളുള്ളവർ ഈ കൂട്ടത്തിലുണ്ടായേക്കാം. ആരെയാണ് നിങ്ങൾ കുറ്റപ്പെടുത്തുന്നത്? ബന്ധങ്ങൾ തകർന്നതിൻ്റെ കാരണങ്ങളാണോ ഇപ്പോഴും തേടുന്നത്? സാമ്പത്തികമായി തകർന്നു പോയവരുണ്ടാകാം. അത് മറ്റാരുടെയെങ്കിലും ഗൂഢാലോചനയോ മറ്റാരുടെയെങ്കിലും പ്രവർത്തനമാണോ എന്നറിയുവാനുള്ള ആഗ്രഹമാണോ ഇപ്പോഴും നിങ്ങളെ ഭരിക്കുന്നത്? ചിലർക്ക് അസുഖങ്ങളായിരിക്കാം. അസുഖം വന്നതിൻ്റെ കാരണങ്ങളാണോ ഇപ്പോഴും തിരയുന്നത്? നമുക്ക് ദൈവത്തോട് ചോദിക്കാം, കർത്താവേ, ചില ഒന്നും പിടിക്കാത്ത രാത്രികൾ ഞങ്ങൾക്കുണ്ടായിട്ടുണ്ട്. അതിന് കാരണങ്ങൾ തേടി വ്യക്തികളെയും സാഹചര്യങ്ങളെയും കുറ്റപ്പെടുത്താൻ നീ ഞങ്ങളെ അനുവദിക്കരുതേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ,
ഞങ്ങളോട് സംസാരിക്കണമേ. പരാതികളില്ലാത്ത, പരിഭവങ്ങളില്ലാത്ത ഒരു ജീവിത അവസ്ഥയിലേക്ക്, അനുഭവത്തിലേക്ക് വളരാൻ കൃപ ചെയ്യണമേ. കണ്ണുകളെ തുറക്കാം. ഒരു കൊച്ചാശയം കൂടി പറഞ്ഞുകൊണ്ട് ധ്യാനത്തിൽ നിന്ന് പിന്മാറാം. അത് 11-ാമത്തെ വാക്യമാണ്. നമ്മെ അതിശയിപ്പിക്കുന്ന വാക്യമാണ്. അത്ഭുതകരമായി മത്സ്യം ലഭിച്ചു, മത്സ്യ വർധനവുണ്ടായി. ഈ അത്ഭുതകരമായ മത്സ്യ വർധനവിൻ്റെ നടുവിൽ പത്രോസ് പറഞ്ഞ വാക്യം, പത്രോസ് പറഞ്ഞു, ഞാൻ പാപിയായൊരു മനുഷ്യനാകൊണ്ട് എന്നെ വിട്ട് പോകണമേ. ഞാൻ പറയും, ഇറ്റ് ബിക്കേം എ ലൈഫ് ഓഫ് സെൽഫ് റിയലൈസേഷൻ. തിരിച്ചറിവിൻ്റെ ജീവിതമായി മാറി. പത്രോസിന് ഒരുപാട് അറിവുണ്ടായിരുന്നു, പക്ഷേ അപ്പോഴാണ് തിരിച്ചറിവുണ്ടായത്. അറിവിൽ നിന്ന് തിരിച്ചറിവിലേക്കൊരു ദൂരമുണ്ട്. നോളജ് നമുക്ക് പരിചിതമായ വാക്കാണ്, സോഫിയ. ഇപ്പോൾ ഉള്ളത് മുഴുവൻ, നമ്മുടെ ജീവൻ, നമ്മുടെ ജീവിതം, ഇന്ന് എനിക്ക് നിങ്ങൾക്കുള്ളതെല്ലാം ഒരു ബോണസാണെന്നും ഇപ്പോൾ ലഭിച്ചതിനും ഇപ്പോൾ ഉള്ളതിനും സത്യത്തിൽ നമുക്ക് അർഹതയില്ലാതിരുന്നു എന്ന് തിരിച്ചറിയില്ല. പത്രോസിന് മനസ്സിലായത് അത്രയാണ്. ദൈവമേ, ഈ അത്ഭുതത്തിൻ്റെ മുമ്പിൽ, ഈ അടയാളത്തിന് മുമ്പിൽ, ഈ അനുഗ്രഹത്തിന് മുമ്പിൽ നിൽക്കാൻ ഞാൻ യോഗ്യതയുള്ള ആളല്ല. ഇത് ജീവിതത്തെ കുറെ കൂടി നമ്രശിരസ്കരായി നോക്കി നിൽക്കാൻ നമ്മെ സഹായിക്കും. അവിടെയാണ് ഒരു വ്യക്തിയുടെ തൃപ്തി ഉണ്ടാവുക. ഈ അറിവിൽ നിന്ന് തിരിച്ചറിവിലേക്ക് വളരാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എന്നെയും നിങ്ങളെയും സഹായിക്കട്ടെ എന്ന് ഓർപ്പിച്ചുകൊണ്ട്, പ്രാർത്ഥിച്ചുകൊണ്ട്, ആ തിരിച്ചറിവിലേക്കുള്ള വളർച്ചയായി, ദൂരമായി എല്ലാ പ്രാർത്ഥനകളും, എല്ലാ ചിന്തകളും, എല്ലാ ധ്യാനങ്ങളും മാറാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് സഹായിക്കട്ടെ എന്ന് ഓർപ്പിച്ചുകൊണ്ട്, പ്രാർത്ഥിച്ചുകൊണ്ട്, ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കുന്നു. ത്രിയേക ദൈവത്തിൻ്റെ വലിയ തിരുനാമത്തിന് മഹത്വം ഉണ്ടായി.